Hello, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, ready ആണല്ലോ? Yes, ma'am. Okay. എവിടെ വരെയാണ് നമ്മൾ എടുത്തത്? Nuclear medicine. ന്യൂക്ലിയർ മെഡിസിൻ വരെയുള്ള നോട്ട് തന്നോ? Hypertension എഴുതിയിട്ടുണ്ട്. ഹൈപ്പർ ടെൻഷൻ. ലിംഫോമാസ് എഴുതിയിട്ടില്ല? ലിംഫോമാസ് എഴുതിയോ? ഇല്ല ma'am, എഴുതി. ഇല്ല. ഓക്കെ. ലിംഫോമാസ് എഴുതാനുണ്ട്. പിന്നെന്താ? സ്പെക്ട് അതിന്റെ ഫുൾ ഫോം. അത് നിങ്ങളോട് എഴുതി വെക്കാൻ പറഞ്ഞെന്നാണ് എന്റെ ഓർമ്മ. ബുക്കിലേക്ക് എഴുതി വെച്ചോ. അതിന്റെ ഫുൾ ഫോം എഴുതി തന്നെ പഠിക്കൂ എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അല്ലെ? എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ലിംഫോമാസ് മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് ക്ലാസ് കഴിയുമ്പോൾ ലാസ്റ്റ് ചെയ്താം കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നെക്സ്റ്റ് പോർഷൻ നമുക്ക് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. യഥാർത്ഥ ഡിപ്പാർട്ട്മെന്റ് ഓങ്കോളജി അല്ലെ? ഓങ്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ഓങ്കോളജി ആണ്. അറിയാലോ നമുക്ക് എന്താണ് ഓങ്കോളജി? ട്രീറ്റ്സ് ആൻഡ് ഡയഗ്നോസിസ് all kinds of cancers, അല്ലെ? And also it provides a wide range of chemotherapy, treatment and radiotherapy, treatment for cancerous tumors and also blood disorders. അതായത് നമുക്ക് രക്തത്തില് ക്യാൻസർ സംബന്ധമായിട്ടുള്ള രോഗങ്ങള്, അതല്ലെങ്കിൽ തന്നെ എന്താ പറയാ ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമേഴ്സ്, അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സകൾ നടത്തുക. അതുപോലെ അത് കണ്ടുപിടിക്കുക, ഡയഗ്നോസിസ് ചെയ്യേണ്ടത് അത്യാവശ്യമുണ്ട്. ഇപ്പൊ ട്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ മുഴകള് എല്ലാ തരത്തിലുള്ള മുഴകളും ഹാർംഫുൾ അല്ല, മനസ്സിലായോ? എല്ലാം ഉപദ്രവകാരികളായിട്ടുള്ള മുഴകളല്ല. ചില ട്യൂമേഴ്സ് മാത്രമാണ് ക്യാൻസേഴ്സ് ആകുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. വെദർ ഇറ്റ് ഈസ് ഹാർംഫുൾ ഓർ നോട്ട് എന്നൊക്കെ മനസ്സിലാക്കേണ്ടി വരും. മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുക, കീമോതെറാപ്പി പ്രൊവൈഡ് ചെയ്യുക, റേഡിയോതെറാപ്പി പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ ബ്ലഡ് ഡിസോർഡേഴ്സും ക്യാൻസർ സംബന്ധമായിട്ടുള്ള ഡയഗ്നോസിസ് നടത്തുന്നതും കീമോതെറാപ്പി, റേഡിയോതെറാപ്പി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ആണ് ഏതിൽ കിട്ടുക? നമുക്ക് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ കിട്ടുക. ആൻഡ് ഓൾസോ ദിസ് ഇസ് കണക്റ്റഡ് വിത്ത് ഓൾ അതർ ഡിപ്പാർട്ട്മെന്റ്സ്. മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് നമ്മുടെ ഈ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിന് കണക്ഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ് അത്? നമുക്കറിയില്ല ഏത് പാർട്ടിലാണ് ശരീരത്തിന്റെ ഏതെങ്കിലും പാർട്ടുകൾ ഉണ്ടാകുന്ന എന്താ പറയാ ഫ്രീക്വന്റ് ആയിട്ടുള്ള പെയിൻ ഒക്കെ അല്ലെ, ചില വേദനകൾ ചില ഭാഗത്ത് നമ്മൾ ചിലപ്പോ തലവേദന, നിരന്തരമായ തലവേദന, എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല. അപ്പൊ ചിലപ്പോ കുറെ കഴിയുമ്പോഴായിരിക്കും നമുക്ക് ടെസ്റ്റുകളിലൂടെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഡയഗ്നോസിസ് രൂപത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മേ ബി അതൊരു ക്യാൻസറിന്റേതായിട്ടുള്ള എന്തെങ്കിലും സിംറ്റംസ് ആയിരിക്കാം. അതുകൊണ്ടാണ് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും റെഫറൻസ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റുകളിലേക്ക്. യൂഷ്വലി ഏറ്റവും ആദ്യം തന്നെ ചിലപ്പോൾ ചില എന്തെങ്കിലും തരത്തിലുള്ള ചില അസുഖങ്ങൾ, ഡിസീസ് നമുക്ക് പ്രകടമാകുമ്പോൾ ഓടി നമ്മൾ ഓങ്കോളജി വിഭാഗത്തിലേക്കൊന്നും പോകുന്നില്ല. മറ്റ് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും റെഫർ ചെയ്തിട്ട് ഡോക്ടേഴ്സ് അവര് എന്താ പറയുക ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് അവരുടേതായ രീതിയിലെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടും എന്താ പറയാ ആ ഒരു ഡിസീസസിന് യാതൊരു തരത്തിലുള്ള എന്താ പറയാ ശമനവും ഇല്ല എങ്കിൽ ഡോക്ടേഴ്സ് മേ റെഫർ ടു ദിസ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്. അവർ റെഫർ ചെയ്യുന്നത് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആയിരിക്കും. ആൻഡ് ഹിയർ എന്താ പറയാ ഈ ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്നത് ക്യാൻസറിനുള്ള ട്രീറ്റ്മെന്റുകൾ, പിന്നെ ട്യൂമർ റിമൂവൽസ്, അതായത് ഈ മുഴകൾ നീക്കം ചെയ്യുക, ആൻഡ് വെദർ ഇറ്റ് ഈസ് ഹാർംഫുൾ ഓർ നോട്ട്, അതിന് വേണ്ടിയിട്ട് ഇറ്റ് ഷുഡ് ബി സെൻഡ് ഫോർ ബയോപ്സി. ആ ഒരു റിമൂവ് ചെയ്ത ട്യൂമർ അത് ഹാർംഫുൾ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ബയോപ്സി ടെസ്റ്റിന് അയക്കുക. ബയോപ്സിയാണ് ക്യാൻസർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു
ടെസ്റ്റ് ആണ് ബയോപ്സി. അപ്പോഴാണ് മനസ്സിലാക്കുക അത് ഹാർംഫുൾ ആണോ അല്ലേ എന്നുള്ളത്. ഓക്കെ, ആൻഡ് ദിസ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് കവേഴ്സ് മേജർ 3 ഏരിയാസ്. പ്രധാനമായിട്ടും ഓങ്കോളജി കവർ ചെയ്യുന്ന 3 പ്രധാന ഏരിയയാണ് മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി ആൻഡ് റേഡിയേഷൻ ഓങ്കോളജി. 3 പ്രധാനപ്പെട്ട ഓങ്കോളജി ഏരിയാസ് ആണ് മെഡിക്കൽ, സർജിക്കൽ ആൻഡ് റേഡിയേഷൻ ഓങ്കോളജീസ്. എന്താണ് അങ്ങനെ? നമുക്കറിയാം ഈ ക്യാൻസർ എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാകുന്നതല്ല. ഇത് ചിലതൊക്കെ ചില ആളുകൾ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ചിലർക്ക്, പക്ഷെ ചിലത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതിങ്ങനെ അവിടെ കിടന്ന് എന്താ പറയാ അതിന്റെ കാര്യങ്ങൾ റൂട്ട് മാറി അതൊരു എന്താ പറയാ അതിന്റെ പീക്കിലേക്ക് എത്തും, എന്ന് വെച്ചാൽ അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തും. വിച്ച് കനോട്ട് ബി ക്യൂർഡ്. ചിലപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റാത്ത രീതിയിലേക്ക് ലാസ്റ്റ് സ്റ്റേജ് വരെ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അതെന്തുകൊണ്ടാണ് കുറേയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇങ്ങനെയുള്ള ട്യൂമേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കില്ല. അത് മാറിക്കോളും, അതാണ് ഇതാണെന്നൊക്കെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് കുറെ ചികിത്സയും അല്ലെങ്കിൽ കുറെ നിവാരണങ്ങളൊക്കെ നമ്മൾ തന്നെ നടത്തും. അതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന മരുന്നുകളൊക്കെ വാങ്ങിയെടുത്ത് കഴിക്കും, പെയിൻ കില്ലേഴ്സും ഒക്കെ ഉപയോഗിക്കും. ആഫ്റ്റർ ആൾ കുറെ കഴിയുമ്പോഴേക്കും ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സ്പീഡിൽ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവുകയും നാളെ ആകട്ടെ എന്ന് വിചാരിച്ച് വെക്കും. നാളെ എന്നുള്ളത് വർഷങ്ങളൊക്കെ മാറിയാൽ നമ്മൾ മനസ്സിലാക്കില്ല. അപ്പോഴേക്കും ഈ പറയുന്ന സാധനം അങ്ങോട്ട് എന്തെങ്കിലും ക്യാൻസറസ് ആണെങ്കിൽ അത് മേ ബി സ്പ്രെഡ് ടു അതർ പാർട്സ് ഓഫ് ദ ബോഡി, മറ്റേ നമ്മുടെ ശരീരത്തിന്റെ ഇന്റേണൽ ഓർഗൻസിലേക്ക് മറ്റിടത്തേക്കും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, വ്യാപിച്ചിട്ടുണ്ടാകും. അപ്പൊ അത് അതിന്റെ ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ കടന്നിട്ടുണ്ടാവും. അപ്പൊ ഈ സ്റ്റേജുകൾക്ക് അനുസരിച്ചിട്ടാണ് ഓരോ ഏരിയാസ് നമ്മളുടെ ഓങ്കോളജി കവർ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ മെഡിക്കൽ ഓങ്കോളജി ആണ്. അറ്റ് ബിഗിനിങ് സ്റ്റേജിൽ തന്നെ ഇഫ് ദേ ക്യാൻ ഐഡന്റിഫൈ ഓർ ഡയഗ്നോസിസ് ഇറ്റ് ഈസ് ക്യാൻസർ ആണെന്ന് ആദ്യത്തെ സ്റ്റേജുകളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ക്യൂർഡ് ബൈ യൂസിങ് മെഡിസിൻസ് ഓർ കീമോതെറാപ്പി. നമുക്ക് മെഡിസിനിലൂടെ അതുപോലെ തന്നെ കീമോതെറാപ്പിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അത്തരം രോഗത്തെ പെട്ടെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ പെട്ടെന്നൊക്കെ മാറ്റാനായിട്ട് പറ്റും. ആൻഡ് നെക്സ്റ്റ് വൺ സർജിക്കൽ ഓങ്കോളജി ആണ്. ഇറ്റ് ഇൻക്ലൂഡ് സർജറി പ്രൊസീജിയേഴ്സ്. അതായത് സർജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ക്യാൻസർ ആണ്. അതായത് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു, പിന്നീട് ചിലപ്പോൾ അത് എടുത്ത് മുറിച്ച് മാറ്റേണ്ട അല്ലെങ്കിൽ എടുത്ത് കളയേണ്ട അവസ്ഥയിലേക്ക് വരും. അത് എന്താ പറയാ ബയോപ്സിക്ക് സെൻഡ് ചെയ്യുന്നത് കൂടി ഈ പറഞ്ഞ സർജറി അല്ലെങ്കിൽ സർജിക്കൽ ആസ്പെക്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സർജിക്കൽ ഓങ്കോളജിയിൽ വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ദി സെക്ഷൻ ഓഫ് ട്യൂമറിനെ ഈ മുഴകളൊക്കെ ഇങ്ങനെ ഉടച്ച് ഒക്കെ കളയുന്നത്, ഉടച്ച് തിരിച്ചിട്ട് അകത്ത് തന്നെ വെച്ചിട്ട് കളയുന്നതും ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് സർജറിയിലൂടെ മാത്രം മാറ്റാൻ പറ്റുള്ളൂ, അല്ലാതെ മെഡിസിൻസ് മാത്രം പ്രൊവൈഡ് ചെയ്ത് നമുക്ക് മെഡിക്കൽ ഓങ്കോളജി ഏരിയ അല്ല. സർജിക്കലിനകത്ത് വരുമ്പോൾ സർജറി പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ സർജറി ആസ്പെക്ട്സ് കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ദാറ്റ് മീൻസ് റിമൂവൽ ഓഫ് ട്യൂമേഴ്സ് ആൻഡ് ഓൾസോ റിസെക്ഷൻ ഓഫ് ട്യൂമേഴ്സ്, ഇത് രണ്ടും കൂടി നടക്കുന്നതാണ് സർജിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ റേഡിയേഷൻ ഓങ്കോളജി ആണ്. ദാറ്റ് മീൻസ് ഇൻ ദിസ് ദേ യൂസ് ഹൈ ടാർഗറ്റഡ് എന്താ പറയാ ഡോസ്, അതായത് നമ്മുടെ ഹൈ എനർജി റേഡിയേഷൻ ഡോസസ് ഉപയോഗിച്ച് നമ്മുടെ ക്യാൻസർ സെൽസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് റേഡിയേഷൻ ഉപയോഗിക്കുന്നു ശരീരത്തിലേക്ക്. അതായത് ക്യാൻസറിന്റെ അണുക്കൾ, അതായത് സെല്ലൊക്കെ ഇങ്ങനെ മറ്റ് ബോഡി ഓർഗൻസിലേക്ക് ഇന്റേണൽ ഓർഗൻസിലേക്കൊക്കെ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കില്ല് ചെയ്യാനായിട്ട് ദേ യൂസ് റേഡിയേഷൻ. സോ ഇറ്റ്സ് കോൾഡ് റേഡിയേഷൻ ഓങ്കോളജി. അതുകൊണ്ടാണ് അതിനെ റേഡിയേഷൻ ഓങ്കോളജി എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ആ സ്റ്റേജസ് മാറുന്നത് അനുസരിച്ചിട്ട് അവിടെ കൊടുക്കേണ്ടി വരുന്ന ട്രീറ്റ്മെന്റുകളുടെയും അതിൽ മാറ്റമുണ്ട്. അതുകൊണ്ടാണ് അതിനെങ്ങനെ 3 സ്പെഷ്യൽ ഏരിയാസ് ആയിട്ട് എന്ത് ചെയ്തത്, ക്ലാസിഫൈ ചെയ്തത്. മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി ആൻഡ് റേഡിയേഷൻ ഓങ്കോളജി. ക്ലിയർ ആയോ? എന്താണെന്ന് മനസ്സിലായോ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്? ഓക്കെ, അതൊക്കെ കൃത്യമായിട്ട് അവിടെ തന്നെ അതിന്റെ എന്താ പറയുക എക്സ്പ്ലനേഷൻസ് ഉണ്ട്. നത്തിങ് മോർ അബൌട്ട് ഇറ്റ്. അതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് ഇനി വിശദീകരിച്ച് നോട്ട് എഴുതാനോ ഒന്നും തന്നെ ഇല്ല. ഓർത്തേക്ക, ഓങ്കോളജി ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണെന്നും ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്ലൂഡ്സ് കീമോതെറാപ്പി, റേഡിയോതെറാപ്പി ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. റിമൂവൽ ഓഫ് ട്യൂമേഴ്സ്, ബ്ലഡ് ഡിസോർഡേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഓങ്കോളജി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ്സ് കണക്റ്റഡ് വിത്ത് ഓൾ അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റലിന്റെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടൊക്കെ നമ്മുടെ ഓങ്കോളജിക്ക് ഒരു കണക്ഷൻ ഉണ്ട്. കാരണം മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും റെഫർ ചെയ്ത് വരുന്ന ഒരു സ്ഥലമാണ് ഓങ്കോളജി. ചിലപ്പോൾ തലവേദന ഭയങ്കരമായിട്ട്, അപ്പൊ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ക്യാൻസറിന്റെ എന്തെങ്കിലും ആയിരിക്കാം. അതുകൊണ്ട് ഇപ്പൊ തലവേദനയ്ക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ചു, കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് മരുന്നുകളൊക്കെ കഴിച്ചു, അത് കഴിച്ചു ഇത് കഴിച്ചു, എല്ലാ ന്യൂറോ പോലെയൊക്കെ കാണിച്ചു, പക്ഷെ ഒന്നും മാറുന്നില്ല എങ്കിൽ അവസാന തറ്റ കൈ എന്നൊക്കെ പറയുന്നില്ലേ നമ്മള്, അതുപോലെയൊക്കെ അവിടെ നിന്ന് റെഫർ ചെയ്ത് വരുന്നതൊക്കെ ആയിരിക്കാം. ടെസ്റ്റുകളിലൊക്കെ ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകും, അതനുസരിച്ചിട്ടായിരിക്കും റെഫർ ചെയ്യാം.
Okay, then next department is ophthalmology. Ophthalmology ആണ് നമ്മുടെ അടുത്ത ഡിപ്പാർട്ട്മെന്റ്, which deals with the investigation and the treatment of eye problems in both adults and also children. കുട്ടികളിലും അതുപോലെ തന്നെ മുതിർന്നവർ എന്നാണ് ഉദ്ദേശിച്ചത്. 18 years above അല്ലെ, അഡൽറ്റുകളായി പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ കണ്ണുകൾക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരം നൽകുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഒഫ്താൽമോളജി. ആൻഡ് വാട്ട് ആർ ദ സർവീസസ് ഇൻക്ലൂഡഡ് ഇൻ ഒഫ്താൽമോളജി? എന്തൊക്കെ സേവനങ്ങളാണ് ഈ നേത്ര സംരക്ഷണ വിഭാഗക്കാരും കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഒഫ്താൽമോളജി കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കണ്ണിന്റെ ചികിത്സയൊക്കെ കൊടുക്കുന്നവര് എന്തൊക്കെ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നമ്മൾ പണ്ടൊക്കെ എന്ന് വിചാരിക്കുമ്പോൾ അത്ര വലിയ കാര്യമായിട്ടുള്ള സേവനങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലാവർക്കും കൂടി കോമൺ ആയിട്ട് കണ്ണിന്റെ പ്രശ്നങ്ങൾ കാണിക്കാൻ ഒരിടം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ഓരോന്നിലും പ്രത്യേകം സ്പെഷ്യലൈസ് ചെയ്ത് ഓരോരുത്തർ എന്താ പറയാ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട്. ഓരോന്നിലും ഇപ്പൊ കണ്ണെന്ന് പറയുമ്പോൾ കണ്ണിന്റെ ഡിസോർഡേഴ്സ് എന്ന് പറയാൻ പലതും ഉണ്ട്. ഇപ്പൊ കണ്ണിനുണ്ടാകുന്ന ജനറൽ ആയിട്ടുണ്ടാകുന്ന ചൊറിച്ചില്, മാന്തല്, അങ്ങനെ വെള്ളം വരല്, കണ്ണിന്റെ ഞരമ്പുകളിൽ നിന്ന് എന്താ പറയാ കണ്ണുനീര് വരാത്തത്, അങ്ങനത്തെ പ്രശ്നമുണ്ട്. പിന്നെന്താ അതിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കണ്ണിന്റെ പർപ്പസ് എന്താ? കാഴ്ചയാണ്. ആ കാഴ്ചയെ സംബന്ധിക്കുന്ന അതിനെടുത്ത് പഠിക്കുന്നത് വേറെ വിഭാഗം. അങ്ങനെ ഓരോന്നിലും കോൺസെൻട്രേറ്റ് ചെയ്തെന്ന് എന്തുണ്ട് നമുക്ക് സർവീസസ് അവൈലബിൾ ആണ്. സോ ഒഫ്താൽമോളജി എന്ന് പറയുന്ന ആ വൈഡ് റേഞ്ചസിനകത്ത് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന വാട്ട് ഓൾ സർവീസസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റുകളാണ്. ഇത് സാധാരണ നമുക്ക് കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെന്താ ലേസർ ട്രീറ്റ്മെന്റ്സ് അല്ലെ, 1 മണിക്കൂർ കൊണ്ടൊക്കെ ലേസർ ട്രീറ്റ്മെന്റ്, ലേസേഴ്സ് ഉപയോഗിച്ചിട്ട് എന്താ പറയാ ഭയങ്കര ലേസർ പ്രൊവൈഡ് ചെയ്തിട്ട് കണ്ണിന്റെ എന്താ പറയാ ഷോർട്ട് സൈറ്റഡ്നെസ്സും ലോങ് സൈറ്റഡ്നെസ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ഉണ്ടല്ലോ അല്ലെ, കാഴ്ച ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള അബ്നോർമാലിറ്റീസ് ഒക്കെ റീഷേപ്പ് ചെയ്യുന്ന വിഭാഗം, അതാണ് ലേസർ ട്രീറ്റ്മെന്റ് കൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെന്താ ഒപ്റ്റോമെട്രി, അതൊരു പ്രൊഫഷണൽ ആണ്, ഒരു പ്രൊഫഷണൽസ് ആണ് ടു ട്രീറ്റ് ദ ഡിഫെക്ട്സ് ഓർ സ്ട്രക്ചർ ഓർ അബ്നോർമാലിറ്റീസ് ഓഫ് ഐസ്. കണ്ണിന്റെ സ്ട്രക്ചറിൽ അതിന്റെ എന്താ പറയാ കണ്ണിന്റെ എന്താ പറയാ പലതരത്തിലുള്ള ഡിസോർഡേഴ്സ്, പല ഡിഫക്റ്റുകള്, അപാകതകള്, അബ്നോർമാലിറ്റീസ്, ഇതൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച വിഭാഗം അതാണ് ഒപ്റ്റോമെട്രി. പ്രൊഫഷണൽ വിഭാഗമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യമായിട്ട് സാങ്കേതികപരമായിട്ടും ഒക്കെ പഠിച്ച് അതിൽ കൂടുതൽ പ്രാവീണ്യം നേടിയവരാണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന വിഭാഗം. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം ഇതും അതുപോലെ തന്നെ എക്സ്പേർട്സ് തന്നെയാണ്, ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന വിഭാഗം. ഓർത്തോപ്റ്റിസ്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവരും ദേ ആർ എക്സ്പേർട്സ് ടു ഡയഗ്നോസിസ് ആൻഡ് ഓൾസോ ട്രീറ്റ് ദ ഡിഫെക്ട്സ് ഓഫ് ഐ, മെയിൻലി വിച്ച് ഈസ് ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ മെയിൻലി ഫോക്കസിങ് ഓൺ ദ ബൈനോക്കുലർ വിഷൻ ഓഫ് പേഷ്യൻസ്. അതായത് പേഷ്യന്റിന്റെ ബൈനോക്കുലർ വിഷനുമായിട്ടാണ് ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇവർ ഏറ്റവും കൂടുതൽ എടുത്ത് പഠിക്കുന്നത് ബൈനോക്കുലർ വിഷൻ ആണ്. എന്താണ് ബൈനോക്കുലർ വിഷൻ? when we are seeing an object, ഒരു സാധനത്തിനെ നമ്മൾ ഇങ്ങനെ ഒരു വസ്തു, ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ to keep our eyes work together, to concentrate our vision on that particular image and to give a one visual image. അതായത് നമുക്ക് ഇപ്പൊ ഒരു വസ്തുവിനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾ രണ്ടും ഒപ്പം വർക്ക് ചെയ്യണം. അതായത് ആ ഒരു വസ്തുവില് കാണുമ്പോൾ നോക്കുമ്പോൾ ഒറ്റ വസ്തുവായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. ചിലർക്ക് ഡബിൾ ആയിട്ട് തോന്നും അല്ലെ, ഇടയ്ക്ക് ചിലപ്പോൾ നമുക്ക് രണ്ടായിട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ. അതൊരു നമ്മൾ കളിയാക്കി പറയുന്നതോ അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ പറയേണ്ട കാര്യമല്ല. അത് ചിലർക്ക് ചിലപ്പോഴൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അതായത് ഒരു വസ്തുവിലേക്ക് നമുക്ക് നോക്കുമ്പോൾ അതിങ്ങനെ ഡബിൾ ആയിട്ടൊക്കെ ഫീൽ ചെയ്യാം. വല്ലപ്പോഴും ഉണ്ടാകുന്ന കാര്യമല്ല പറഞ്ഞേ, എപ്പോഴും അവർക്ക് അത് ചിലപ്പോൾ കണ്ണിന്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കാം. അപ്പൊ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് ആ ഏത് വസ്തുവിനെ നമ്മൾ നോക്കുമ്പോഴും ടു വർക്ക് അവർ ഐസ് ടുഗദർ ആൻഡ് ടു ഗിവ് എ സിംഗിൾ വിഷ്വൽ ഇമേജ്, ഒറ്റ ഇമേജ് ആയിട്ട് ആ ഒരു വസ്തുവിനെ കൊടുക്കുക, കാഴ്ചയാക്കി കൊടുക്കുക. അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന ആ ഒരു എക്സ്പേർട്സ് വിഭാഗമാണ് നമ്മുടെ ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന വിഭാഗം. ഓക്കെ, ബൈനോക്കുലർ വിഷൻ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഫഷണൽസ്, അവരാണ് ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ വേർഡ് ഓർത്തോപ്റ്റിസ്റ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ്. ഇതൊരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷന്റെ ആ ഒരു പേര് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ആൻഡ് അതിന്റെ 2 ഭാഗമായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന ഒരു വേർഡ് വിച്ച് ഈസ് മീനിങ് സ്ട്രെയിറ്റ്, അതായത് നേരെയുള്ളത്, സ്ട്രെയിറ്റ് എന്നുള്ള അർത്ഥം വരുന്ന ഓർത്തോപ്റ്റിക്കും, അതുപോലെ തന്നെ ഒപ്റ്റിക്കോസ് എന്ന് പറയുന്ന അതിന്റെ സെക്കൻഡ് പാർട്ട് വിച്ച് ഇസ് റിലേറ്റിംഗ് ടു സൈറ്റ്, കാഴ്ചയുമായി ബന്ധപ്പെട്ടത് എന്ന് അർത്ഥം വരുന്നത്, നേരെയുള്ള കാഴ്ച, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താണ് ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന ആ പ്രൊഫഷണൽസിന്റെ പേര് അവിടെ കൊടുത്തിരിക്കുന്നത്.
ഓക്കെ, അതാണ്. അപ്പൊ അതും ഇവരുടെ ഒഫ്താൽമോളജി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഒഫ്താൽമിക് ഇമേജിംഗ്. ഇത് ഒരു സ്പെഷ്യലിസ്റ്റ് എക്യുപ്മെന്റുകൾ യൂസ് ചെയ്തിട്ട് ടു ക്രിയേറ്റ് എ ഡീറ്റെയിൽഡ് ഇമേജ് ടു സപ്പോർട്ട് അവർ വിഷൻ. അതായത് നമ്മുടെ കണ്ണുകൾക്ക് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും, കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കണ്ടീഷൻസിനെയൊക്കെ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തി, ഡയഗ്നോസിസ് ഒക്കെ നടത്തി, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് എ സ്പെഷ്യലിസ്റ്റ് എക്യുപ്മെന്റ്. എന്തെങ്കിലും ചെറിയ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചെറിയ എക്യുപ്മെന്റുകളൊക്കെ ഉപയോഗിക്കുന്നു. അങ്ങനെ അത് നമ്മുടെ ഇമേജസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് അതിന്റെ പേര് വന്നത് ഒഫ്താൽമിക് ഇമേജിംഗ്. സ്പെഷ്യലിസ്റ്റ് എക്യുപ്മെന്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ഡീറ്റെയിൽഡ് ഇമേജ് ടു സപ്പോർട്ട് ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് വൈഡ് റേഞ്ച് ഓഫ് ഐ കണ്ടീഷൻസ്. നമ്മുടെ കണ്ണിന്റെ പല പ്രശ്നങ്ങളും എന്താ പറയാ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെറിയ എന്തെങ്കിലും എക്യുപ്മെന്റുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു എന്താ പറയാ ഡീറ്റെയിൽഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതി, അതിനെയാണ് നമ്മൾ ഓഫ്താൽമിക് ഇമേജിംഗ് എന്ന് വിളിക്കുക. And these are the services provided by ophthalmology. Ophthalmology കണ്ണുകൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ്. അത് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉപയോഗപ്പെടുത്താം. ആൻഡ് ഓൾസോ ദേ പ്രൊവൈഡ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സർവീസസ്. അവർ പല തരത്തിലുള്ള സേവനങ്ങളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റുകൾ, ലേസർ ട്രീറ്റ്മെന്റ്സ്, then optometry, orthoptist and also ophthalmic imaging. ഓരോന്നും എന്താണെന്ന് ഇങ്ങനെ ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഓർത്തോപ്റ്റിസ്റ്റും അതുപോലെ ഒഫ്താൽമിക് ഇമേജിങ്ങും അവിടെ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഒപ്റ്റോമെട്രി എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഡിഫറെന്റ് പ്രോബ്ലംസ് ഓഫ് ഐസ്, ഐ സ്ട്രക്ചർ, ഐ ഡിഫക്ട്, അബ്നോർമാലിറ്റീസ് ഓഫ് ഐസ്, ഇതെല്ലാം എടുത്ത് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്ന ഒരു പ്രൊഫഷണലിസം, അതാണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒഫ്താൽമോളജി മനസ്സിലായോ? Yes. Next one, orthopedics department ആണ്. Orthopedics department which deals with the problems of our musculoskeletal system. നമ്മുടെ മസിൽസ്, നമ്മുടെ സ്കെലിറ്റൺ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടിയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് മസിൽസ് ആൻഡ് സ്കെലിറ്റൺ. അത് സ്കെലിറ്റൺ നമ്മുടെ അസ്ഥി, അല്ലെ, ബോൺസ്. നമ്മളുടെ ബോഡീനെ നമ്മളിങ്ങനെ നിൽക്കാനും എന്താ പറയാ നമ്മുടെ ഈ ബോഡി ഇങ്ങനെ നമുക്ക് എന്താ പറയാ എപ്പോഴും ഇങ്ങനെ രീതിയിൽ, അതായത് നമുക്കൊരു സ്റ്റാൻഡ് ചെയ്യാൻ, സിറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സഹായകമാകുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്കെലിട്ടൺ ഇല്ലെങ്കിൽ നമ്മളുടെ ബോഡി എങ്ങനെ ഇരിക്കും നമുക്കറിയാം, ബലം കിട്ടില്ല, അല്ലെ, സ്ട്രെങ്ത് കിട്ടില്ല. നമ്മുടെ ബോൺസും ഇതൊക്കെയാണ്, മസിൽസും ആണ് നമുക്ക് സ്ട്രെങ്ത് തരുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് മസിൽസിനും ബോൺസിനും ഒക്കെ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഡിസീസസിനെ ട്രീറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ്, വിച്ച് ഇൻക്ലൂഡ്സ് അതന്നെ നമ്മുടെ ബോഡിക്ക് ഷേപ്പ് തരുന്നത്, സ്ട്രെങ്ത് തരുന്നത്, അല്ലെ. ആൻഡ് ഏതൊക്കെയാണ് ആ മസ്കുലർ സ്കെലിറ്റൽ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ബോഡി പാർട്സ് ഏതൊക്കെയാണ്? അപ്പൊ നമ്മുടെ മസിൽസ്, അതുപോലെ തന്നെ ബോൺസ്, അതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. ബോൺസ്, മസിൽസ്, ബോണസ് എന്നാണ് അവിടെ എഴുതിയേക്കണം. സ്പെല്ലിംഗിൽ ഒന്ന് ചെറിയ തിരുത്തൽ വരുത്തണം. BONES എന്നാണ്, US എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. ബോണസ് അല്ല, ബോൺസ്. ബോൺസ്, മസിൽസ്, ടെൻഡൻസ്. ടെൻഡൻസ് എന്ന് പറഞ്ഞാൽ ചലന ഞരമ്പ്, നമുക്ക് നടക്കാനും ചലിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഇതുണ്ട്, ഞരമ്പ്, അതാണ് ടെൻഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ലിഗമെന്റ്, ലിഗമെന്റ് അറിയാലോ, നമ്മുടെ മുട്ടിന്റെ അവിടെയുള്ളതാണ്. ലിഗമെന്റ് പ്രോബ്ലംസ് ഒക്കെ കേട്ടറില്ലേ നമ്മൾ പലപ്പോഴും പലരൊക്കെ പറയുന്ന ലിഗ്മെന്റ് പ്രോബ്ലം ആണ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് മുട്ടുകാലിന് അത് ഈ കായിക അഭ്യാസികൾക്കൊക്കെ എളുപ്പം വരുന്ന എന്തെങ്കിലും ഈ പറയുന്ന ലിഗ്മെന്റ് പ്രോബ്ലംസ്. കാരണം അവർക്ക് ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യണമല്ലോ, കാലൊക്കെ പെട്ടെന്ന് മൂവ് ചെയ്യണ്ടേ, ഫുട്ബോൾ കളിക്കുന്നവർക്ക്, അതുപോലെ അതന്നെ അങ്ങനത്തെ പ്രശ്നങ്ങൾ. അപ്പൊ അവർക്കൊക്കെ പെട്ടെന്ന് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹിപ്പ് റീപ്ലേസ്മെന്റ്, ബോൺ റീപ്ലേസ്മെന്റ്, പിന്നെന്താ നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ്. ഓക്കെ, മുട്ടിന്റെ ചിരട്ട മാറ്റി വെക്കല്, ഹിപ്പ് ഇടുപ്പുകളൊക്കെ എന്തെങ്കിലും ആക്സിഡൻസിലും മറ്റു വീഴ്ചയിലൊക്കെ തകർന്നു പോയ ആളുകൾക്കൊക്കെ അതൊക്കെ റീപ്ലേസ് ചെയ്യാം ഈ ഡിപ്പാർട്ട്മെന്റിലാണ്. ഇവിടെ ആൻഡ് ഓൾസോ ദേ പ്രൊവൈഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് വിച്ച് ഇൻക്ലൂഡ്സ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ഫ്രാക്ചേഴ്സ് ആൻഡ് ഡിസ്ലൊക്കേഷൻ ഓഫ് ജോയിന്റ്സ്. അതായത് ഫ്രാക്ചേഴ്സ്, നമ്മൾ വീണിട്ടോ അല്ലെങ്കിൽ ആക്സിഡന്റിലോ ഒക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും എല്ലുകൾക്കൊക്കെ പൊട്ടുണ്ടെങ്കിൽ അത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും അപ്പൊ ഔട്ട് പേഷ്യന്റ് സർവീസസും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ്. ദെൻ ഡിസ്ലൊക്കേഷൻ, ഡിസ്ലൊക്കേറ്റ് ആകുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോ കൈ, മുട്ട്, ഈ ജോയിന്റ് ഉള്ളടത്തൊക്കെ ഇവിടെയൊക്കെ ഒരു ഇങ്ങനെ എന്താ പറയാ, ഒരു ശരിക്കും പറഞ്ഞ ഒരു ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിട്ടേ ഇങ്ങനെ ചെയിൻ പോലെ ഇങ്ങനെ കണക്ട് ചെയ്യിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ. ഇപ്പൊ അതേപോലെ തന്നെ ഷോൾഡറിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്നാലും നമുക്ക് ഇതിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ കൈയെ. അല്ലാതെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ അതിനെ അങ്ങനെ കിടന്ന് തിരിയാൻ പറ്റില്ല, അല്ലെ.
വെറുതെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പൊ അതിങ്ങനെ മൂവ് ഒക്കെ ചെയ്യാൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലോക്ക് പോലെ വെച്ചിരിക്കുന്നത്. ലോക്കിന് അവിടെ കിടന്ന് ഇങ്ങനെ തിരിയാം. ഓക്കെ, ആ ലോക്ക് പെട്ടെന്ന് ഡിസ്ലൊക്കേറ്റ് ആകും. വിജാഗിരി കുഴ തെറ്റുക എന്ന് പറയും നമ്മളതിന്. മലയാളത്തിൽ ഇങ്ങനെ കുഴ തെറ്റുക എന്ന് പറയും. അതിനെയാണ് ഡിസ്ലൊക്കേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ചില ആളുകൾക്കൊക്കെ ഒരു കൊച്ചുങ്ങൾക്കൊക്കെ വരെ ഉണ്ടാവാറുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ ഇങ്ങനെ കുഴ തെറ്റും. വെറുതെ ഒന്നും ചെയ്യണമെന്നില്ല. ചിലപ്പോ എന്തെങ്കിലും അടിപ്പിങ്ങനെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ പെട്ടെന്ന് കൈയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പുറകോട്ട് പോയിക്കുക, പെട്ടെന്ന് ഇങ്ങനെ ഇതിവിടെ ലൊക്കേഷൻ തെറ്റിപ്പോകും. അപ്പൊ ഡിസ്ലൊക്കേറ്റ് ആകും. അത് അവർക്ക് ഈ പറഞ്ഞ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ അത് പിടിച്ചങ്ങോട്ട് ഇടാൻ പറ്റും. അവിടെ വേറൊന്നും സംഭവിക്കുന്നില്ല, ആ പിടി എടുത്തിടുക എന്ന് മാത്രമേ ഉള്ളൂ. ചിലർക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഊരി പോകും അങ്ങനെ. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അതപ്പം തന്നെ എന്ത് ചെയ്യാം, നമുക്കത് പിടിച്ച് കറക്റ്റ് ആക്കി ഇടാൻ പറ്റുന്നതാണ്. പക്ഷെ കുട്ടികൾക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞത് ഒരു ഏജ് വരെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. ഒരു ഏജ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അത് മാറിക്കോളും, പിന്നെ അങ്ങനെ വരില്ല. ഓക്കെ, അത് പെട്ടെന്ന് അങ്ങനെ തെറ്റിപ്പോകുന്ന ഒരവസ്ഥയാണ്. കുറച്ചും കൂടി ശരീരത്തിനൊക്കെ ബലവും ഉറപ്പൊക്കെ വന്നു കഴിയുമ്പോൾ ആ ഒരു പ്രോബ്ലം ഇല്ലാതെയാകും. അപ്പൊ ഡിസ്ലൊക്കേഷൻ ജോയിന്റ്സും ഒക്കെ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇതില് നമ്മുടെ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇറ്റ് ഈസ് ഡെൽറ്റ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് അവർ മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റം. നമ്മുടെ മസിൽസ് സ്കെലിറ്റൻ സംബന്ധമായിട്ടുള്ള വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ഒരു മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റത്തിൽ എന്തൊക്കെ പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ ഓർത്തിരിക്കുക, ബോൺസ്, മസിൽസ്, ടെൻഡൻസ്, ലിഗമെന്റ്. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്ലൂഡ്സ് നമ്മുടെ ബോൺസ് റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ്, നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ്. പിന്നെ എന്താ പറയാ, ഔട്ട് പേഷ്യന്റ് സർവീസസ് ഇൻക്ലൂഡ്സ് ഫ്രാക്ചേഴ്സ് ആൻഡ് ഓൾസോ ഡിസ്ലൊക്കേഷൻ ഓഫ് ജോയിന്റ്സ്. ഓക്കെ, ഇതിനകത്ത് വരുന്നതാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ ഓർത്തോപെഡിക്സ്? ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഏതാണത്? പീഡിയാട്രിക്സ് ആൻഡ് നിയോനൈറ്റോളജി ഡിപ്പാർട്ട്മെന്റ്. പീഡിയാട്രിക്സ് അല്ലെങ്കിൽ ആൻഡ് നിയോനൈറ്റോളജി രണ്ടും ഉണ്ട് ഇതിനകത്ത്. അപ്പൊ പീഡിയാട്രിക്സും നിയോനൈറ്റോളജി രണ്ടും ഒരുപോലെയാണെന്ന് നമ്മൾ വിചാരിക്കേണ്ടത്. ഡിഫറൻസ്, ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. പീഡിയാട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്തിനാണെന്ന് നമുക്കറിയാം അല്ലെ, നമുക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. വിച്ച് ഡീൽസ് വിത്ത് ദ കോംപ്രിഹെൻസീവ് ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് കെയർ ഫോർ സിക്ക് ഇൻഫന്റ്സ് ആൻഡ് ചിൽഡ്രൻ. അതായത് എന്താ പറയാ, നമ്മുടെ കുഞ്ഞു കുട്ടികൾ, ശിശുക്കൾക്കും അതുപോലെ കുട്ടികൾക്കും ഉണ്ടാകുന്ന പല രോഗങ്ങൾക്കും ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. കുട്ടികൾക്കും ശിശുക്കൾക്കും. ശിശുക്കൾ മീൻസ് 2 വയസ്സിൽ താഴെയുള്ളത്, 2 വയസ്സ് എബവ് ഉള്ളത് കുട്ടികൾ എന്ന് നമ്മൾ പറയും അല്ലെ. അപ്പൊ ഈ 2 വിഭാഗക്കാർക്കും വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെന്റും പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് പീഡിയാട്രിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ അതായത് പീഡിയാട്രിക്സിന്റെ ഒരു സബ് സ്പെഷ്യാലിറ്റി എന്നാണ് നമുക്ക് നിയോനൈറ്റോളജി ഡിപ്പാർട്ട്മെന്റിനെ വിശേഷിപ്പിക്കുക. അതായത് പീഡിയാട്രിക്സിന്റെ തന്നെ ഒരു എന്താ പറയാ, അത് കുറച്ചും കൂടി ആ പീഡിയാട്രിക്സ് എന്ന് പറയുമ്പോൾ കുഞ്ഞു കൊച്ചുകൾക്ക് തുടങ്ങിയുള്ളതുണ്ട്. ഇനി അതിൽ തന്നെ കുറച്ചും കൂടി ഒരു സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ് നിയോനൈറ്റോളജി. അപ്പൊ ഇത് ആർക്ക് വേണ്ടിയിട്ടാ? ഇത് എസ്പെഷ്യലി ഫോർ പ്രീമെച്വർ ബേബീസ് ആൻഡ് ഓൾസോ ദ ബേബീസ് ദോസ് ഹു ആർ ബോൺ വിത്ത് ബർത്ത് ഡിഫക്ട്സ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിയോനൈറ്റോളജി. എന്ന് വെച്ചാൽ പ്രീമെച്വർ. എന്താ പ്രീമെച്വർ എന്ന് പറഞ്ഞാൽ മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികളില്ലേ, അതായത് 6 മാസത്തിലൊക്കെ പ്രസവിക്കപ്പെടുന്നുണ്ട് ചില കുട്ടികളെ. ചില എന്തെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് നേരത്തെ പുറത്തെടുക്കേണ്ടി വരിക, അല്ലെങ്കിൽ അങ്ങനെ ആയി പോകുക പ്രസവം. ഓക്കെ, അപ്പൊ അത്തരം കുട്ടികൾക്ക് ഷുഡ് ബി ഗിവൺ സ്പെഷ്യൽ കെയർ. അവർക്ക് കുറച്ച് കൂടുതൽ കെയർ കൊടുക്കണം. കാരണം അവര് ആ ഒരു എന്താ പറയാ പുറത്ത് അറ്റ്മോസ്ഫിയറിലേക്ക് വന്നേക്കുന്നത് കുറച്ച് നേരത്തെയാണ്. അവർക്ക് അത്രയും കൂടി ഇപ്പൊ 6 മാസത്തിലൊക്കെ പ്രസവിക്കാന്ന് പറയുമ്പോൾ 3 മാസം കൂടി അവർക്ക് അമ്മയിൽ നിന്ന് കിട്ടേണ്ട കെയർ അവിടെ തന്നെ കിടന്നിട്ട് കിട്ടേണ്ടതാണ്. അപ്പൊ കിട്ടുന്നത് പുറത്തുനിന്ന് കിട്ടില്ല. കാരണം അവിടെ കുറച്ചും കൂടി എന്താ പറയാ കംഫർട്ടബിൾ ആയിരിക്കും കുട്ടികൾ വളരുക, എവിടെ ഉദരത്തിൽ തന്നെ. അപ്പൊ പക്ഷെ അത് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ അത് അത്ര കംഫർട്ടബിൾ അല്ല കൊച്ചിന്. പക്ഷെ ഇറ്റ് ഷുഡ് ബി ആർട്ടിഫിഷ്യലി ഗിവൺ. അത് നമ്മൾ കൊടുക്കേണ്ടി വരും. അത്ര ആർട്ടിഫിഷ്യൽ കെയർ ഹോസ്പിറ്റൽ സറൗണ്ടിങ്സിൽ നിന്ന് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉള്ള പ്രത്യേക വിഭാഗം. അവർക്ക് മാത്രമല്ല ബേബീസ് ദോസ് ഹു ആർ ബോൺ വിത്ത് ബർത്ത് ഡിഫക്ട്സ്, അതായത് ജന്മനാ തന്നെ എന്തെങ്കിലും രോഗങ്ങളുമായിട്ട് ജനിക്കുന്ന കുട്ടികളുണ്ട്, അവർക്കും സ്പെഷ്യൽ കെയർ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇപ്പൊ ഹാർട്ട് പ്രോബ്ലംസുമായിട്ട് ജനിക്കുന്ന കുട്ടികളുണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ വൈകല്യങ്ങളുമായിട്ട് ജനിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവർക്കൊക്കെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗമാണ് സബ് സ്പെഷ്യാലിറ്റി ഓഫ് പീഡിയാട്രിക്സ്. പീഡിയാട്രിക്സിന്റെ ഒരു സബ് സ്പെഷ്യാലിറ്റി ആണ് നിയോനൈറ്റോളജി. ആൻഡ് ഇവർക്ക് വേണ്ടിയിട്ട് ദർ ഈസ് ആൻ ICU. ഇവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ICU ഉണ്ട്. ഇറ്റ്സ് നോൺ ആസ് NICU, നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്.
എന്താണ് നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് NICU കേട്ടാ. മറ്റേ ICU ഉണ്ട് നമ്മുടെ സാധാരണ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളത്, അത് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അതിന്റെ മുമ്പിൽ ഒരു N കൂടി ഉണ്ട്, നിയോനേറ്റൽ. ഓക്കെ, അപ്പോ ഈ ബേബീസ് ദോസ് ഹു ആർ ബോൺ വിത്ത് ബർത്ത് ഡിഫെക്ട്സ് ആൻഡ് ഓൾസോ പ്രീമച്വർ ബേബീസ് ആർ കെയർഡ് ഇൻ നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അവർക്ക് സ്പെഷ്യൽ കെയർസ് കൊടുക്കണമെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ ഈ NICUലേക്ക് എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യും. അവിടെ വെച്ചിട്ട് അവർക്കുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഓൾസോ നിയോനറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓൾസോ ഗീവ്സ് കൂടുതൽ എന്താ പറയാ കെയർ ടു ഇൻട്രോട്ടറിംഗ് ഗ്രോത്ത് റിട്ടാർഡേഷൻ ചിൽഡ്രൻ, ബർത്ത് ഡിഫെക്ട്സ് ആൻഡ് ഓൾസോ എന്താ പറയാ ഈ പറയുന്ന വിഭാഗത്തിൽ നിയോനറ്റോളജി വിഭാഗത്തില് ഇൻട്രോട്ടറിംഗ് ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് വെച്ചാൽ എന്താ, അതായത് ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോ തന്നെ കുട്ടികൾക്ക് വെയിറ്റ് കുറവൊക്കെ സംഭവിക്കുന്നുണ്ട്. അതായത് ഓരോ മാസവും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കുട്ടിക്ക് ഇത്ര പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വളർച്ച വേണമല്ലോ അല്ലെ, ബുദ്ധിപരമായിട്ടും അല്ലെങ്കിൽ ശാരീരികപരമായിട്ടും ഒക്കെ വളർച്ച ആ കുട്ടിക്ക് വേണം. അമ്മയുടെ ഉദരത്തിൽ 9 മാസം തികയുന്നത് വരെ ആ നമ്മൾ ഓരോ പ്രാവശ്യം ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണല്ലോ. നമ്മുടെ വെയിറ്റ് നോക്കും, അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കുട്ടിയുടെ വെയിറ്റ് നോക്കും. അപ്പൊ കഴിഞ്ഞ മാസത്തിൽ നിന്നും എത്രത്തോളം ഗ്രോത്ത് ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്, അതിന്റെ വെയിറ്റിന്റെ കാര്യത്തിലായിക്കോട്ടെ മറ്റേതെങ്കിലും കാര്യത്തിലായിക്കോട്ടെ ഇംപ്രൂവ്മെന്റ്, ഓരോ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ രൂപീകൃതമാകുന്നതിനും അല്ലെ, അത് അങ്ങനെയൊക്കെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് കുട്ടിക്ക് വളരുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നടക്കുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് വിളിക്കും. വളർച്ചക്കുറവ്, ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന വളർച്ചക്കുറവുള്ള കുട്ടികള് അതൊക്കെ പുറത്തേക്ക് വരുമ്പോൾ അതിന് കൂടുതൽ കെയർ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അകത്ത് കിടക്കുമ്പോൾ തന്നെ വീണ്ടും കെയറിങ് കൊടുക്കേണ്ടി വരും. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് നിയോനറ്റോളജി. ആൻഡ് പീഡിയാട്രിക് സർജറീസ് ആർ ഓൾസോ പെർഫോംഡ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ്. പീഡിയാട്രിക്സ് വിഭാഗത്തിൽ ഉണ്ടാകുന്ന സർജറീസും ഇവിടെ കൊടുക്കുന്നുണ്ട് അപ് ടു ദ ഏജ് ഓഫ് 15 ഇയേഴ്സ്. എത്ര വയസ്സ് വരെ? 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സർജറീസ് കൂടി വേണമെങ്കിൽ അതും പീഡിയാട്രിക്സ് വിഭാഗം പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ? മനസ്സിലായോ? പ്രശ്നമൊന്നുമില്ലല്ലോ, പോകാലോ അടുത്തതിലേക്ക്. ഓക്കെ, നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് സൈക്യാട്രി. യെസ്, ഇത് സൈക്യാട്രി വിഭാഗമാണ്. It's the branch of medicine which deals with the treatment and prevention of our emotional disturbance, behavioral disturbance, cognitive disturbance. അതായത് മനുഷ്യന്മാരുടെ എന്താ പറയാ ഇമോഷൻസ്, വികാര സംബന്ധമായ പ്രശ്നങ്ങള്, ബുദ്ധിമുട്ടുകള്, അതുപോലെ തന്നെ ബിഹേവിയർ, പെരുമാറ്റ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള്, ബുദ്ധിമുട്ടുകള്, അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള വല്ല പ്രശ്നങ്ങള്, അങ്ങനെ ഈ പറയുന്ന ഏതെങ്കിലും ഭാഗത്തുണ്ടാകുന്ന വൈകല്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങള്, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പഠിച്ച് അത്തരം പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുക. ആൻഡ് ഓൾസോ ടേക്ക് ദ മെഷേഴ്സ് ടു പ്രിവെന്റ് സച്ച് ഡിസീസ്. അത്തരം രോഗങ്ങൾ വരാതിരിക്കാനും അത് തടയാനുമുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സൈക്യാട്രി. നമുക്ക് വികാരപരമായിട്ടും ഒരുപാട് മനുഷ്യന്മാരാണ് അല്ലെ, വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്, പെരുമാറ്റങ്ങളുണ്ട്, നമ്മളുടെ ഓരോ ബുദ്ധിപരമായിട്ടുള്ള നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഒരു പ്രത്യേക രീതിയാണ്. നമ്മൾ ഓരോ സിറ്റുവേഷൻസിൽ, ഓരോ സർക്കംസ്റ്റാൻസസിൽ ഹൗ വി ഹാവ് ടു ബിഹേവ്, നമ്മൾ എങ്ങനെ പെരുമാറണം, ഓരോ സ്ഥലത്തിരിക്കുമ്പോൾ ഏതോ രീതിയിൽ പെരുമാറണം. നമ്മൾ വീട്ടിലിരിക്കുന്ന എന്താ പറയാ, നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്, നമ്മുടെ വീട്ടിലുള്ള ആളുകളൊക്കെ നമുക്ക് എല്ലാവരും എന്താണ് പരസ്പരം ബ്ലഡ് റിലേഷനിലുള്ളവരും നമുക്ക് അത്രയധികം വേണ്ടപ്പെട്ടവരാണ്. അവരോട് പെരുമാറുന്ന രീതിയല്ല നമ്മൾ പുറത്ത് ഒരു ജോലി സ്ഥലത്ത് നമ്മൾ വന്നിരിക്കുമ്പോൾ മറ്റുള്ളവരോട് പെരുമാറാം. ആണോ? അങ്ങനെ തന്നെയാണോ? അങ്ങനെയാണോ? അല്ല. നമുക്ക് എന്താ പറയാ, നമുക്ക് തിരിച്ചറിവുണ്ട്. എന്ത്? നമുക്ക് ഏത് സ്ഥലത്ത് എങ്ങനെ പെരുമാറണമെന്ന് നമുക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് മനുഷ്യരിൽ ഉണ്ട് ജന്മന. ഇൻബോൾ നമുക്കൊക്കെ ആ ഒരു കഴിവുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വി നോ ഹൗ ടു ബിഹേവ് ഇൻ ദ പ്രസൻസ് ഓഫ് അവർ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഹൗ ടു ബിഹേവ് ഇൻ ദ പ്രസൻസ് ഓഫ് എനി അതർ പീപ്പിൾ ദോസ് ഹു ആർ ഇൻ പബ്ലിക്. ഒരു പബ്ലിക്കിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം, നമ്മുടെ വീടുകളിൽ നമുക്ക് എങ്ങനെ, ഇതിന്റെ തിരിച്ചറിവ് നമുക്കുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ ചില സിറ്റുവേഷൻസിൽ ഈ തിരിച്ചറിവുകൾ നഷ്ടപ്പെട്ടു പോകും. മനുഷ്യന്മാർക്ക് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. നമുക്ക് അങ്ങനെ എനിക്ക് വരില്ല അല്ലെങ്കിൽ അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അല്ലെ. അത് നാളെ അല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. നമ്മുടെ ഈ ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങളെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, നമ്മളുടെ കൺട്രോളിൽ അത് ഒതുങ്ങുന്നില്ല എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അതെന്തായാലും ഒരു ഡിസീസായി മാറും. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു വികാരത്തെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നില്ല, നമ്മൾ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല എങ്കിൽ അതിങ്ങനെ ബേഴ്സ്റ്റ് ഔട്ട് ചെയ്യും, പൊട്ടി ഇങ്ങനെ പുറപ്പെടും.
അപ്പൊ എന്ത് പറയും, അടുത്തിരിക്കുന്നവരോ എന്തോ കുഴപ്പമുണ്ട് അല്ലെ, അങ്ങനെ വിചാരിക്കാം അത് തന്നെ കുഴപ്പം. ഓക്കെ, അപ്പൊ ഇത്തരം ബിഹേവിയറൽ പാറ്റേൺസിൽ, ഇത്തരം ഇമോഷൻസിന്റെ ആ ഒരു പാറ്റേൺസിൽ, അല്ലെങ്കിൽ നമ്മളുടെ ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പാറ്റേൺസിലൊക്കെ ഇഫ് ദർ ഈസ് എനി വേരിയേഷൻ, അങ്ങനെ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് കാണിക്കുക, പ്രകടമാക്കുക, ചിലപ്പോൾ തീരെ പ്രകടമാക്കാണ്ടിരിക്കുക. ഇത് രണ്ടും പ്രശ്നം. ഒരു നോർമൽ സ്റ്റേജിൽ അങ്ങോട്ട് പോകുകയാണെങ്കിലോ, ഒരു ആവറേജിൽ അങ്ങനെ എല്ലാ കാര്യവും എപ്പോഴും നടക്കുകയാണെങ്കിലോ ആള് നോർമലാണ്. ഓക്കെ, അബ്നോർമൽ ആകുന്നത് എപ്പോഴാണ്? തീരെ അതിന് പ്രതികരിക്കാതിരിക്കുകയും അതിന് ഭയങ്കരമായിട്ട് പ്രതികരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് എന്താകുക, അബ്നോർമൽ ആകുക. ഓക്കെ, അപ്പൊ അത്തരം ഫംഗ്ഷനുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക്, ഡിസ്റ്റർബൻസുകൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന വിഭാഗമാണ് സൈക്യാട്രി. ആൻഡ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ്, ഇവിടെ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ അതിനെക്കുറിച്ച് ഇപ്പൊ ഒരു ആള് ഈ പറയുന്ന ഇത്തരം ഇമോഷണൽ, മെന്റൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസുമായിട്ട് ഒരു രോഗി ഈ സൈക്യാട്രി വിഭാഗത്തിൽ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവന്നു. ആരെങ്കിലും സിമിലർ അതേ ആള് അതുപോലെ തന്നെയുള്ള രോഗവുമായിട്ടായിരിക്കില്ല തൊട്ടടുത്തൊരു ഡോക്ടറെ കാണാനായിട്ട് അടുത്ത ആൾ വെയിറ്റ് ചെയ്യുന്നത്, പല പല രീതിയിലായിരിക്കും. അപ്പൊ ദേ ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ്. ഓരോ പേഷ്യന്റും ഡിഫറെന്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നേക്കുന്ന ആൾക്കാരായിരിക്കും മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പൊ അവരെ കുറിച്ച് പഠിക്കണം, അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ അതനുസരിച്ച് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ പനി, ഇതിപ്പോ നാട്ടിൽ നടപ്പാണ്, ഈ പനി ഉണ്ടതാണ്, ഇതിപ്പോ എല്ലായിടത്തും ഉണ്ട്, ഓക്കെ കുഴപ്പമില്ല, ആ പനിക്ക് വേണ്ടി ഞാൻ മരുന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നാൽ നമുക്ക് കാണാം എല്ലാവരും ഈ പനിയുമായിട്ടാണ് വരുന്നിരിക്കുന്നത്. പനി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ എല്ലാവരും ഈ മരുന്ന് അതിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കണം, കണ്ണടച്ച് മരുന്നെടുക്കാം. കാരണം എന്താ, എല്ലാവരും ഇത് തന്നെ പറഞ്ഞേ. അപ്പൊ എല്ലാവരും ഈ മരുന്ന് തന്നെ ഇവിടെ നിന്ന് ഒരെണ്ണെടുത്ത് ഇവിടെ നിന്ന് ഒരെണ്ണെടുത്ത് ഇവിടെ നിന്ന് ഒരെണ്ണെടുത്ത് അങ്ങനെ കൊടുക്കാം. പക്ഷെ ഇത്തരം വിഭാഗത്തിൽ വരുന്ന പേഷ്യൻസിന് എല്ലാവരും ഒരേ കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ ആയിപ്പോയവരായിരിക്കില്ല. സോ ദേ ഹാവ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ്. എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് അവർ പഠിക്കണം, പേഷ്യൻസിനെ കുറിച്ച് കുറച്ച് വിശദമായിട്ട് പഠിക്കണം. അത് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടായിരിക്കാം, അങ്ങനെ പല രീതിയിലും ദേ ഹാവ് ടു സ്റ്റഡി. അവർക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പഠിച്ച് ദേ ഹാവ് ടു ഗിവ് ട്രീറ്റ്മെന്റ്. അവർക്ക് എന്താ പറയാ, പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കണം, ആൻഡ് അവരുടെ രോഗങ്ങളും എന്താണെന്നൊക്കെ മനസ്സിലാക്കണം. ആൻഡ് ഓൾസോ ദേ പ്രൊവൈഡ് സം സർവീസസ് സച്ച് ആസ്, ഇവർക്ക് ഇത്തരം ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക മാത്രമല്ല സൈക്യാട്രി വിഭാഗം ചെയ്യുന്നത്, കുറച്ച് മറ്റ് സേവനങ്ങൾ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണത്? ഒന്ന്, സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്. എന്താണ് സൈക്കോ സോഷ്യൽ? സാമൂഹിക മാനസികപരമായിട്ടുള്ള ഒരു കൗൺസിലിംഗ്. ഇവരെ വിളിച്ചിരുത്തിയിട്ട് ഇവരുടെ പ്രശ്നങ്ങളെ നമ്മൾ കേൾക്കണം, നമ്മൾ അതിന് സൊല്യൂഷൻസ് അവർക്ക് എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. അവരിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് എടുക്കാനുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള വഴി ആ കൗൺസിലിങ്ങിലൂടെ അവര് ഉണ്ടാക്കിയെടുക്കും. അപ്പൊ ആ ഒരു കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യും, എന്നാലും ഫുള്ളായിട്ട് എന്താണെന്ന് കാര്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് കൗൺസിലിംഗിന് ശേഷം ദേ ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ്, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ് സൈക്യാട്രിക് ഇൽനെസ്. അതിനുശേഷം അവരത് കണ്ടെത്തിയതിനു ശേഷം അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള സൈക്യാട്രിക് ആയിട്ടുള്ള പ്രോബ്ലംസിനുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യണം. ദേ ഹാവ് ടു ബി ഓൾസോ ഗിവൺ IQ ടെസ്റ്റ്. ഇവർക്ക് വേണ്ടിയിട്ട് IQ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണം. എന്താ IQ ടെസ്റ്റ്? ഇന്റലിജൻസ് ക്വോഷ്യന്റ് ടെസ്റ്റ് ആണ് കേട്ടോ. IQ മീൻസ് ഇന്റലിജൻസ് ക്വോഷ്യന്റ്, അതായത് എത്രത്തോളം ബുദ്ധിപരമായിട്ട് വലിയ കണക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ഇന്റലിജൻസ് ടെസ്റ്റ് ഒന്നുമല്ല. സാമാന്യമായിട്ട്, സാമാന്യബോധം എന്ന് പറയില്ലേ, മനുഷ്യന്മാരുടെ ഒരു കോമൺ സെൻസ്, ഒരു സാധാരണഗതിയിൽ ആ ഒരു അവരോട് കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവരോട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ പേരും നാടും വീടും ഊരും എന്താ പറയാ, അവരുടെ ക്വാളിഫിക്കേഷൻസും എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ പഠനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പഠിച്ച വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ആഫ്റ്റർ ഓൾ ഇവ ഇരിക്കുന്നത് വെറുതെ ഒരാളല്ലല്ലോ, ഡോക്ടർ അല്ലേ. ഏകദേശം എല്ലാ മേഖലകളിലും കുറച്ചൊക്കെ അറിവ് ജ്ഞാനമൊക്കെ ഉള്ള ആളുകളായിരിക്കും ഡോക്ടേഴ്സ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗ ദ റെസ്പോണ്ട് ടു ഇറ്റ്, അതിനോടൊക്കെ എങ്ങനെ അവർ ഉത്തരം പറയുന്നു, ആ ഉത്തരമൊക്കെ നോക്കിയിട്ട് അവരുടെ IQ ടെസ്റ്റ് ലെവലിൽ അളക്കാൻ പറ്റും. അപ്പൊ IQ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുക. ആൻഡ് ഓൾസോ ഡി അഡിക്ഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. എന്താ ഡി അഡിക്ഷൻ? വാട്ട് ഈസ് അഡിക്ഷൻ? അഡിക്ഷന്റെ ഓപ്പോസിറ്റ് ആണ് ഡി അഡിക്ഷൻ. എന്താണ് അഡിക്റ്റഡ് ആകുക എന്ന് പറഞ്ഞാൽ? എന്താ, ഏതെങ്കിലും ഒന്നിൽ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയാ, എന്താ പറയാ, മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ എന്താ പറയാ, മലയാളത്തിൽ വാക്ക് പറയല്ല, എന്ത് പറയും, പെട്ടെന്ന് കിട്ടൂലല്ല, അഡിക്റ്റഡ് ആയി പോകാന്ന് പറയില്ലേ. ഓക്കെ, അതന്നെ. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഡിമാന്നാണോ? ഡിമാന്നല്ലോ, മദ്യത്തിനും അതെ ശരിയാണല്ലോ, അടിമാന്ന് തന്നെയാണ്. ശരിയാണ്, അടിമപ്പെടുക എന്ന്. അതെ, മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ അടിമപ്പെടുക. മദ്യം മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങൾക്ക് മാത്രമല്ല, ഇന്ന് മനുഷ്യന്മാർ വേറെ പലതിനും അടിമകളാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ കൂടുതൽ അങ്ങനെ ആ സാധനം തന്നെ ഉപയോഗിച്ചില്ലേ, പിന്നീട് അത് കിട്ടാണ്ട് ഉണ്ടാകുന്ന ചില വിഭ്രാന്തികളില്ലേ,
അതൊക്കെയാണ്. അത് അത്തരം അഡിക്ഷൻസ് എന്തെങ്കിലും ആയിപ്പോയത് കൊണ്ടാകാം ചില ആളുകൾ ഇതുപോലെ സൈക്കാട്രിക് ഇൽനെസ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടത് ചിലപ്പോൾ ഇങ്ങനെയുള്ളത് കൊണ്ടാകാം. എന്തെങ്കിലും പ്രത്യേക കാര്യത്തിലേക്ക് ഇങ്ങനെ അഡിക്റ്റഡ് ആയിട്ട് പോയിട്ട് അതിൽ നിന്ന് കിട്ടിയ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആകാം ഈ പറയുന്ന പ്രോബ്ലംസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരെന്ത് ചെയ്യണം? ഡി അഡിക്റ്റഡ് ആക്കണം. എന്ന് വെച്ചാൽ ആ അഡിക്ഷനിൽ നിന്ന് അവരെ വിടുവിച്ചു കൊണ്ടുവരണം, അല്ലെ, പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ ആ അഡിക്ഷനിൽ നിന്ന് മാറ്റണമെങ്കിൽ അവരെ മറ്റേതെങ്കിലും കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ അവരെ എന്താ പറയാ ഇൻവോൾവഡ് ആക്കണം. അപ്പൊ അങ്ങനെ പതുക്കെ 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 അതിൽ നിന്ന് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു പ്രാവശ്യം ചെയ്തു, നാളെ വീണ്ടും നമ്മൾ ആ ഒരു സമയം വരുമ്പോൾ അത് ചെയ്തു, വീണ്ടും പിന്നെ മൂന്നാമത്തെ ദിവസം ചെയ്തു. നമ്മളിപ്പോ എന്ത് കാര്യത്തിനും നമുക്ക് അഡിക്റ്റഡ് ആകാം. ഇപ്പൊ കുട്ടികളോട് നമ്മൾ പറയില്ലേ, ഒരു കാലത്ത് എന്നെ എഴുന്നേറ്റിട്ട് ഇത്ര സമയം ഒന്നും ഇരുന്ന് പഠിക്കേ, ഒരു ദിവസം നീ ചെയ്യേ, നാളെ എന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോ ഒരു സമയം ഫിക്സഡ് ആയിട്ട് കൊടുത്തിട്ട് അവരോട് നാളെ ആ സമയമാകുമ്പോ നീ ഇത് തന്നെ ഒന്ന് ചെയ്യേ, ഏതെങ്കിലും പഠിക്കുന്ന ഒരു സബ്ജക്ട്സുകൾ ഇങ്ങനെ മാറി മാറി ഇരുന്ന് പഠിക്കുകയും വീണ്ടും മൂന്നാമത്തെ ദിവസം ഒരു 10 ദിവസം നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി അവരെ എഴുന്നേറ്റ് കാലത്ത് എഴുന്നേൽക്കുമ്പോ കുറച്ച് ദിവസം നമ്മളൊന്ന് കൂടെ ഇരിക്കുന്നത് മാത്രമല്ല അതിന് യൂസ്ഡ് ആകും. അപ്പൊ അതിലേക്ക് അവർ കോൺസെൻട്രേറ്റഡ് ആകും. അതിന് അഡിക്റ്റ് ആകുകയല്ല, അങ്ങനെ നമുക്ക് അങ്ങനെ ആക്കിയെടുക്കാം. ഒരു ഹാബിച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഹാബിറ്റ് കൂടിയാണ് ഈ പറഞ്ഞ പോലെ അഡിക്റ്റഡ് ആകാം. എന്തായാലും പഠനത്തിൽ ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് പഠനത്തിലേക്ക് ഭയങ്കര അഡിക്ഷൻ ഒന്നും വരാനൊന്നുമില്ല. കാരണം ദേ ഹാവ് സം അതർ ടൈപ്പ് ഓഫ് മീഡിയാസ്. അവരുടെ മുമ്പിൽ ഒരുപാട് വേറെ മീഡിയാസ് ഉള്ളതുകൊണ്ട് അഡിക്ഷൻ വരില്ല. പക്ഷെ പണ്ട് അങ്ങനെയും ആൾക്കാരുണ്ട് കേട്ടോ, അഡിക്റ്റഡ് ആകാം. ബുക്കൊക്കെ ഭയങ്കരമായിട്ട് പഠിച്ച് അല്ലെ. ചില ആൾക്കാര് നമ്മൾ ഇങ്ങനെ ഔട്ട് ഓഫ് മൈൻഡ് ആയിട്ട് കിടക്കുന്ന ആളുകളെ പണ്ടൊക്കെ എങ്ങനെ പറയും, ഒത്തിരി ഭയങ്കര പഠിപ്പുള്ള ആളായിരുന്നു, അല്ലെങ്കിൽ നന്നായി പഠിച്ച് അങ്ങനെ ആയിപ്പോയതാ എന്നൊക്കെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ആരെങ്കിലും ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഏതെങ്കിലും ചേട്ടന്മാരെയോ ചേച്ചിമാരെയൊക്കെ കുറിച്ചിട്ട് അങ്ങനെ ഒത്തിരി പഠിച്ച് അങ്ങനെ ആയതാ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവൂലേ. അപ്പൊ കാരണം അന്ന് വേറെ മാർഗമൊന്നുമില്ല. കാരണം എന്താ, അവിടെ വേറെ മാർഗങ്ങൾ എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ എല്ലാ മീഡിയാസ്, അതായത് നമുക്ക് ഡിവൈസുകളൊന്നുമില്ല, മൊബൈൽ ഫോണുകളില്ല. ഇപ്പൊ കുറേയൊക്കെ പഠിച്ചു, അത് കഴിഞ്ഞാൽ കുറച്ചു നേരം നമുക്ക് ഇതിലേക്ക് നോക്കിയിരിക്കാം, അല്ലെങ്കിൽ ടി വി കാണാം, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ചുറ്റിനും കുറെ കാര്യങ്ങൾ ഇപ്പൊ ഉണ്ട്. അപ്പൊ അങ്ങനെ അഡിക്ഷൻ ഒന്നും വരാൻ വഴിയില്ല. ഹാബിറ്റ് ആക്കി മാറ്റാൻ പറ്റും. കുട്ടികളെ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഇങ്ങനെ പതുക്കെ കൊണ്ടുവരാൻ പറ്റും. പടി അത് നമ്മളൊപ്പം നിൽക്കണം. കാരണം നമ്മൾ അവിടെ നിന്ന് പഠിക്കുന്ന പറഞ്ഞിട്ട് അവിടെ ഉന്തിത്തള്ളി അവിടെ ഇരുത്തിയിട്ട് നമ്മൾ ഇങ്ങനെ പോന്നു കഴിയുമ്പോൾ അവിടെ വേറെ എന്തെങ്കിലും നടക്കും. അപ്പൊ അത് പറ്റില്ല. നമ്മൾ കുറച്ച് ദിവസം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അവർ ആ സമയമാകുമ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്തോളും. ഓക്കെ. അപ്പൊ അങ്ങനെ അഡിക്ഷൻസ് വരാറുണ്ട്. അങ്ങനെ അഡിക്റ്റഡ് ആയ ഒരു കാര്യത്തിൽ നിന്നും ഡി അഡിക്റ്റഡ് ആക്കി നൽകുന്ന സേവനങ്ങളും സൈക്യാട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെ, മൊബൈൽ ഗെയിമുകളൊക്കെ ഇന്ന് കുട്ടികൾ ഒരുപാട് അഡിക്റ്റഡ് ആണ്. ഇന്ന് ബുക്കുകളിലൊക്കെ ഒന്നും അഡിക്ഷൻസ് ഒന്നും വരാൻ സാധ്യതകളില്ല, അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇന്ന് നമ്മുടെ കുട്ടികൾ മറ്റു പല കാര്യങ്ങൾക്കും അടിമകളാണ്. നമ്മൾ കാണുകയും കാണാതിരിക്കുകയൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും, അല്ലെ. ഗെയിം ഇങ്ങനെ കളിക്കാൻ അവർക്ക് ആ ഒരു വ്യഗ്രതയാണ്. ആ സമയമാകുമ്പോൾ എല്ലാ ദിവസവും ആ ഒരു സമയമാകുമ്പോൾ അത് കളിക്കണം. അവർക്ക് അത് കിട്ടിയില്ലെങ്കിൽ അവരത് നമ്മുടേത് എങ്ങനെയെങ്കിലും മേടിച്ചിട്ട് പോകും, അല്ലെ. അല്ലെങ്കിൽ പറിച്ചിട്ടായാലൊക്കെ മേടിച്ചിട്ട് പോകും. ഓക്കെ. അപ്പൊ നമുക്ക് കുറെ നേരമൊക്കെ നമ്മളെ ശല്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് 5 മിനിറ്റ് 10 മിനിറ്റ് എന്നൊക്കെയാ പറയണേ. ഈ പറയുന്ന 5-10 മിനിറ്റ് ഒക്കെ മണിക്കൂറുകൾ കഴിഞ്ഞു പോയാലും അവരറിയില്ല. അതേസമയം ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ 10 മിനിറ്റ് അതിനകത്തൊന്ന് നോക്കി പഠിക്കുക കൊച്ചുങ്ങളെ എന്ന് പറഞ്ഞു കഴിയുമ്പോ അവര് 10 മിനിറ്റ് ബുക്ക് നോക്കിയിട്ട് ഇത്ര നേരം ഞാൻ പഠിച്ചില്ലേ എന്നാവും, അല്ലെ. അവർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, വാട്ടവർ. അപ്പൊ സൈക്യാട്രി മനസ്സിലായോ എന്താണെന്ന്? മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ pulmonology department ആണ്. Pulmonology. What is pulmonology department? It's the medical specialty that deals with the problems of our lungs and respiratory system. എന്താണ് ലങ്സ്? ലങ്സ് എന്താ? ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങള്. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, ശ്വാസാവസ്ഥ, അല്ലെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ്, അല്ലെ. ശ്വസന അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ്, ലങ് പ്രോബ്ലംസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത്? പൾമനോളജി. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ ആൻഡ് ചെസ്റ്റ് മെഡിസിൻ. ഇതിന് മറ്റു പേരുകളുണ്ട് കേട്ടോ. പൾമനോളജിക്ക് മറ്റു പേരുകളാണ് റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ ആൻഡ് ചെസ്റ്റ് മെഡിസിൻ. 3 പേരുകളും കൂടി പൾമനോളജിക്ക് വേറെ ഉണ്ട്. അപ്പൊ അത് എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ആൻഡ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ വാട്ട് ആർ ദ ഡിസീസസ്? ഇവര് ഏതൊക്കെ ഡിസീസസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? ബ്രോങ്കൈറ്റിസ്, അലർജി ആൻഡ് ലങ് ക്യാൻസർ. പ്രധാനമായിട്ട് ഇതാണ് കേട്ടോ. ബ്രോങ്കൈറ്റിസ്, ലങ് ക്യാൻസർ,
അതുപോലെ തന്നെ അലർജി പ്രോബ്ലംസ്, ഇതൊക്കെയാണ് പൾമനോളജിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ആൻഡ് ഓൾസോ ദേ ആർ സ്പെഷ്യലി, ഈ പൾമനോളജിസ്റ്റുകൾ സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയവരാണ് ടു ഗിവ് ദ ട്രീറ്റ്മെന്റ് ഫോർ ചെസ്റ്റ്, പർട്ടിക്കുലർലി based on pneumonia, asthma, tuberculosis and also complicated chest infections. അതായത് പൾമനോളജിസ്റ്റുകൾക്ക് പ്രത്യേകം ട്രെയിനിങ് ഉണ്ട്. ചെസ്റ്റ്, അതായത് നമ്മുടെ ചെസ്റ്റുമായിട്ട്, നെഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല രോഗങ്ങൾ, അതിൽ പർട്ടിക്കുലർലി എടുത്തു പറയുന്ന രോഗങ്ങളാണ് ന്യൂമോണിയ, ആസ്തമ, അതുപോലെ ട്യൂബർകുലോസിസ്. എന്താ ട്യൂബർകുലോസിസ്? TB എന്ന് നമ്മൾ പറയും ഷോർട്ടായിട്ട്. ട്യൂബർകുലോസിസിനെ TB എന്ന് പറയും. എന്താ അത്? പണ്ട് നമ്മൾ ക്ഷയം എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? ക്ഷയം, അതാണ് അത്. ഇപ്പൊ അധികം അങ്ങനെ കേൾക്കലൊന്നുമില്ല. പണ്ടൊക്കെ അതൊരു വലിയ അസുഖം തന്നെയായിരുന്നു. ഇപ്പൊ ചെറുതിലെ എല്ലാ കുട്ടികൾക്കൊക്കെ ചിത്രമാസമൊക്കെ കഴിയുമ്പോൾ തന്നെ ഇതിനുള്ള ഇമ്മ്യൂണൈസേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഇന്നതൊരു ഇതല്ല. പണ്ടൊരു കോമൺ ആയിട്ടുള്ള ഒരു അസുഖമായിരുന്നു ക്ഷയം എന്ന് പറഞ്ഞത്. ചുമ വന്ന് എന്താ പറയാ, ബ്ലഡ് വരെ ഒമിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോകും. അതിനെയാണ് ക്ഷയം എന്ന് വിളിക്കുക. മാറില്ല പെട്ടെന്നൊന്നും. അത് ഒത്തിരി മരുന്നുകളൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്താലും അതങ്ങനെ പെട്ടെന്ന് കുറയുന്ന അസുഖമല്ല. പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചെസ്റ്റ് മെഡിസിൻസ്, ഇൻഫെക്ഷൻസും ഇവിടെ പൾമനോളജി ട്രീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രധാനമായിട്ടും അലർജി, ബ്രോങ്കൈറ്റിസ്, ലങ് ക്യാൻസർ. സ്പെഷ്യൽ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ന്യൂമോണിയ, ട്യൂബർകുലോസിസ്, ആസ്തമ, ചെസ്റ്റ് ഇൻഫെക്ഷൻസ്, ഇതൊക്കെ ആണ് നമ്മുടെ പൾമനോളജി പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റുകൾ. ക്ലിയർ ആയല്ലോ? പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ലങ്സ്, റെസ്പിറേറ്ററി സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ പ്ലാസ്റ്റിക് സർജറിയാണ്. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് പ്ലാസ്റ്റിക് സർജറി. കേട്ടിട്ടുണ്ടായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് അടുത്തുള്ളവർക്കോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഇച്ചിരി കൂടി ഫെമിലിയർ ആയിട്ടുള്ള, ഇന്ന് ഇത്തിരി ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. വിച്ച് ഫോക്കസ് ഓൺ സർജിക്കൽ മെഡിസിൻ സ്പെഷ്യാലിറ്റി ആണ് ഇവിടെ കൊടുക്കുന്നത്. സർജറി സ്പെഷ്യാലിറ്റി ആണ്. വിച്ച് ഫോക്കസ് ഓൺ ദ സർജിക്കൽ റിപ്പയർമെന്റ് ഓഫ് ദ ഫോംസ് ഓർ ഫങ്ഷൻസ് ഓഫ് അവർ ബോഡി. ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാകുന്ന, ഹ്യൂമൻ ബോഡിയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻസ്, അതിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ, എന്തെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റുകൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സർജിക്കൽ ട്രീറ്റ്മെന്റുകളിലൂടെ അത്തരം ഡിഫക്റ്റുകളൊക്കെ മാറ്റി കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മുടെ ഫങ്ഷൻസ്, ബോഡി ഫങ്ഷൻസ് കൃത്യമായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഫോം, അതിന്റെ സ്ട്രക്ചർ, ഇതിലൊക്കെ എന്തെങ്കിലും അപാകതകൾ ഉണ്ടായാൽ അതൊക്കെ മാറ്റി കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് സർജറിയിലൂടെ ഏറ്റവും കൂടുതലും ഉണ്ടാകുക കേട്ടോ. അതാണ് പ്ലാസ്റ്റിക് സർജറി. അപ്പൊ നമുക്കറിയാം പല എന്താ പറയാ, വലിയ ആക്സിഡന്റ്സ് ഒക്കെ പറ്റുമ്പോൾ നമ്മുടെ ശരീരം, മുഖമൊക്കെ ഇങ്ങനെ റോട്ടിലൊക്കെ ഇങ്ങനെ ഒരഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് എന്തോ പോലെ ആയി പോകും അല്ലെ. പക്ഷെ അത് നമുക്ക് പിന്നെ അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു എത്രയൊക്കെ മെഡിസിൻസ് കഴിച്ച് അത് മാറിയാലും പക്ഷെ അവിടെ വലിയ പാടുകളോ വലിയ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊക്കെ പ്ലാസ്റ്റിക് സർജറിയിലൂടെ നമുക്ക് അതൊക്കെ മാറ്റി നോർമൽ സ്റ്റേജിലേക്ക് പണ്ടത്തെ പോലെ തന്നെ ആക്കി മാറ്റാൻ സാധിക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ ഇന്ന് പ്ലാസ്റ്റിക് സർജറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദർ ആർ 2 സബ് സ്പെഷ്യാലിറ്റീസ് ഇൻ പ്ലാസ്റ്റിക് സർജറി. 2 പ്രധാനപ്പെട്ട സബ് സ്പെഷ്യാലിറ്റി ആണ് പ്ലാസ്റ്റിക് സർജറി പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറിയും മറ്റൊന്ന് കോസ്മെറ്റിക് സർജറിയും. ഓക്കെ, റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി വിച്ച് ഈസ് concentrated on correcting the functional and structural defects of human body. മനുഷ്യന്മാരുടെ ശരീരത്തിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫങ്ഷൻസ് കറക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ, ചിലപ്പോൾ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന എല്ലാ ആക്സിഡൻസിലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും മുഖത്തിന്റെ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഘടനകളിൽ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ വന്നു എന്ന് വിചാരിക്കുക ഇടയ്ക്ക് വെച്ചിട്ട്. അപ്പൊ അത് വന്നെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. മനസ്സിലായ? നമ്മളെ നേരത്തെ ഉണ്ടായിരുന്ന രീതിയിലേക്ക് മാറ്റുക. അതിന് വേണ്ടിയിട്ടുള്ള സർജറി പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് റീകൺസ്ട്രക്റ്റീവ്. ഓൾറെഡി കൺസ്ട്രക്റ്റഡ് ആണ്, അതിൽ എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടായതിന്റെ ഫലമായിട്ട് നമുക്ക് വീണ്ടും അതിന്മേൽ എന്തെങ്കിലും റിപ്പയർമെന്റുകൾ നടത്തണം. അതാണ് എന്തെന്ന് വിളിക്കുക, റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയും. ഇത് ഒന്നുകൂടി മനസ്സിലാകണമെങ്കിൽ തൊട്ടടുത്ത കോസ്മെറ്റിക് സർജറി എന്താണെന്ന് മനസ്സിലായാൽ കുറച്ചുകൂടി ക്ലിയർ ആകും നമ്മുടെ റീകൺസ്ട്രക്റ്റീവ്. ദാറ്റ് മീൻസ് ഇറ്റ് എൻഹാൻസസ് ഓർ ഇംപ്രൂവ്സ് ദ അപ്പിയറൻസ് ഓഫ് അവർ ബോഡി ത്രൂ മെഡിക്കൽ ആൻഡ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്. അതായത് എന്തെങ്കിലും മെഡിസിൻസിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള സർജറീസിലൂടെ നമ്മുടെ ബോഡി പാർട്ടുകൾ അല്ലെങ്കിൽ ബോഡിയെ തന്നെ ഇംപ്രൂവ് ആക്കുക. നമ്മുടെ മുഖമോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളൊക്കെ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആകുന്ന, അപ്പീലിംഗ് ആകുന്ന നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ ആ പ്രത്യക്ഷത്തിലുള്ള നമ്മുടെ ഇതിനെ കുറച്ചുകൂടി ആളുകളുമായി എന്നൊക്കെ പറയുമ്പോ അല്ലെ കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണ് അല്ലെ, സുന്ദരനാണ് സുന്ദരിയാണെന്നൊക്കെ. അപ്പൊ കുറച്ചുകൂടി സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ചില ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കോസ്മെറ്റിക് സർജറി. യൂഷ്വലി ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് ഒക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉപയോഗപ്പെടുത്തുന്നത്
കോമൺ മാനിനേക്കാൾ കൂടുതലും കുറച്ച് ഭയങ്കര കാശുകാരും അതുപോലെ തന്നെ സെലിബ്രിറ്റീസ്, ഫിലിം ആക്ടേഴ്സ് ഒക്കെ ആയിരിക്കും അല്ലെ കൂടുതൽ ഇത് ഉപയോഗിക്കുക. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് മുകളിലത്തേത് നമുക്കും ഉപയോഗിക്കാം. റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി വല്ല എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളൊക്കെ പറ്റി അല്ലെ, നമ്മുടെ മുഖത്തിന്റെ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉറഞ്ഞോ അല്ലെങ്കിൽ അവിടെയൊക്കെ ഭയങ്കര വേറെ ഈ ഒരു ഭാഗം വേറെ ഈ ഭാഗത്ത് വേറെ കളേഴ്സ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ പ്ലാസ്റ്റിക് സർജറിയിലൂടെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം ഫിലിം സ്റ്റാർസിന്റെ ഒക്കെ അവരുടെ പ്രൊഫഷനാണ് അവരുടെ സിനിമ എന്ന് പറയുന്നത്. അപ്പൊ അതിലൊക്കെ പിടിച്ചേക്കണമെങ്കിൽ കുറച്ച് ദേ ഹാവ് ടു ബി എന്താ പറയാ അപ്പീലിംഗ് അല്ലെ, അവരുടെ അപ്പിയറൻസ് ഒക്കെ നല്ല സൗന്ദര്യമുള്ളതായിരിക്കണം. അപ്പൊ അതൊക്കെ കീപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതൊക്കെ എന്താ പറയാ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇതുപോലുള്ള ഈ ഡിപ്പാർട്ട്മെന്റിനെ ആശ്രയിക്കുന്നുണ്ട്. ഏത് കോസ്മെറ്റിക് സർജറീസ് ഒക്കെ എന്നാലും അവര് സുന്ദരിമാരൊക്കെ ആയിട്ട് കുറെ നാളുകൾ എന്താ പറയാ അവർക്ക് ആ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവൺ ഇപ്പം ലേഡീസ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ കല്യാണമൊക്കെ കഴിച്ച് എന്താ പറയാ കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ അവർക്ക് അവരുടെ ബോഡി കുറച്ച് മാറും അല്ലെ, സ്ട്രക്ചർ ഓഫ് ദി ബോഡി ചേഞ്ചസ്. പെണ്ണുങ്ങളുടെ എന്തായാലും തീർച്ചയായിട്ടും കുറച്ച് മാറ്റങ്ങളൊക്കെ വരും. പക്ഷെ അവർക്ക് ആ ഒരു ബോഡി ഷേപ്പിലേക്ക് തന്നെ വീണ്ടും നേരത്തെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി സൗന്ദര്യത്തിൽ കൂടുതൽ ആക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആണല്ലോ? മനസ്സിലായോ? ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ അവസാനത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ നോട്ട് വേണമെങ്കിൽ എഴുതാം. യൂറോളജി ആൻഡ് ആൻഡ്രോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. യൂറോളജി ആണ് ഇവിടെ ഉദ്ദേശിച്ചത്. ആൻഡ്രോളജിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. യൂറോളജി ഇറ്റ്സ് ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഫോക്കസ് ഓൺ സർജിക്കൽ ആൻഡ് മെഡിക്കൽ ഡിസീസ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ യൂറിനറി ട്രാക്ട് സിസ്റ്റം ആൻഡ് ഓൾസോ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതായത് നമ്മുടെ സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാകുന്ന മൂത്രാശയ സംബന്ധമായിട്ടുള്ള അണുബാധകളൊക്കെ ഇല്ലേ, അതാണ് യൂറിനറി ട്രാക്ട് സിസ്റ്റം, അതിനെ സംബന്ധിക്കുന്ന ഡിസീസസ്. മാത്രമല്ല മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അത് പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥ അല്ലെ, ആ സമ്പ്രദായം, അതിലുണ്ടാകുന്ന ഏതെങ്കിലും അല്ലെങ്കിൽ മെയിൽ പ്രത്യുൽപാദന അവയവങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും രോഗങ്ങളൊക്കെ അതൊക്കെ ട്രീറ്റ് ചെയ്യുന്ന വിഭാഗമാണ് യൂറോളജി. നമ്മൾ സ്ത്രീകൾക്ക് മാത്രമല്ല റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്താ പറയാ റീപ്രൊഡക്ഷനെ ബാധിക്കുന്നത് സ്ത്രീകളുടെ മാത്രം കുഴപ്പം കൊണ്ട് മാത്രമല്ല പുരുഷന്മാരുടെ ഡിഫക്റ്റുകളോടും ഉണ്ടാകും. അപ്പൊ ഫിമെയിൽസിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ ഡിപ്പാർട്ട്മെന്റ് ഗൈനക്കോളജി ആണ്. ഫിമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ബാധിക്കുന്ന ഡിസീസസ് ക്യൂർ ചെയ്യുന്ന വിഭാഗം ഗൈനക്കോളജി ആണ്. അപ്പൊ അതുപോലെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെയും എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാമല്ലോ തീർച്ചയായിട്ടും. സോ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് അണ്ടർ യൂറോളജി. അവർക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന വിഭാഗമാണ് യൂറോളജി. ആൻഡ് ദ ഓർഗൻസ് വിച്ച് കംസ് അണ്ടർ യൂറോളജി, ഏതൊക്കെ അവയവങ്ങളാണ് യൂറോളജി വിഭാഗത്തില് രോഗങ്ങൾ ബാധിച്ചാൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ കിഡ്നി, അഡ്രിനൽ ഗ്ലാൻഡ്സ്, യുറേറ്റേഴ്സ്, യൂറിനറി ബ്ലാഡർ, യുറേത്ര ആൻഡ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. അതായത് നമ്മുടെ കിഡ്നി, പിന്നെ എന്താ അഡ്രിനൽ ഗ്ലാൻഡ് അതായത് അന്തസ്രാവി ഗ്രന്ഥി, അതുപോലെ തന്നെ യുറേറ്റേഴ്സ് മൂത്രനാളി, യൂറിനറി ബ്ലാഡർ ബ്ലാഡർ ഇൻ വിച്ച് യൂറിൻ ഈസ് ഹോൾഡ് അതായത് നമ്മുടെ യൂറിനൊക്കെ സംഭരിച്ചു വെക്കുന്ന സാധനം, പിന്നെ എന്താ പറയാ യുറേത്ര ദ ഡക്ട് ത്രൂ വിച്ച് യൂറിൻ ഈസ് ഡിസ്ചാർജ്ഡ്, യൂറിൻ പുറത്തേക്ക് പോകുന്ന ആ ഡക്റ്റില് ആ ഒരു ഓപ്പണിംഗ്, അതാണ് യുറേത്ര എന്ന് പറയുന്നത് അവിടെ. പിന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, പുരുഷന്മാരുടെ എല്ലാ തരത്തിലുള്ള പ്രത്യുൽപാദന അവയവങ്ങളും, ഇതെല്ലാം നമ്മുടെ യൂറോളജി വിഭാഗത്തിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഓർഗൻസ് ആണ്, മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളാണ്. ഇവിടെയൊക്കെ എന്തെങ്കിലും രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ യൂറോളജി വിഭാഗത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഹിയർ ഓൾസോ ദ മാനേജ്മെന്റ് ഓഫ് മെഡിക്കൽ കണ്ടീഷൻസ്, അതായത് പലതരത്തിലുള്ള സർജറീസ് ഇവിടെ നടക്കുന്നുണ്ട്. എന്തിന്റെയാണ് കൂടുതലും? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, അതായത് മൂത്രാശയ സംബന്ധമായിട്ടുള്ള അണുബാധയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സർജറീസും വേണ്ടി വരും. അതും ഇവിടെ നടക്കുന്നുണ്ട്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് മാനേജ് ചെയ്യുന്നുണ്ട്. യൂറിനറി ബ്ലാഡറിൽ ഉണ്ടാകുന്ന സർജറീസ് ഇവിടെ മാനേജ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, പിന്നെ കിഡ്നി സ്റ്റോൺസ്, കോൺജനിറ്റൽ അബ്നോർമാലിറ്റീസ് ആൻഡ് ട്രോമാറ്റിക് ഇഞ്ചുറീസ്, ഇതൊക്കെ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് സർജിക്കൽ കണ്ടീഷൻസ് ഓഫ് ബ്ലാഡർ, ഈ മൂത്രാങ്കം സംഭരിച്ചു വെക്കുന്ന ബ്ലാഡറിന് എന്തെങ്കിലും ഡിസീസസ് ബാധിച്ചാൽ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം, പിന്നെ മൂത്രം എന്താ പറയാ പോകാനായിട്ടുള്ള തടസ്സങ്ങളും മറ്റുമൊക്കെ നേരിടും. അപ്പൊ അത് പ്രശ്നമാകും. അപ്പൊ സർജറീസ് ഒക്കെ വേണ്ടി വരും ചിലപ്പോൾ അത്. പിന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് ഓർഗൻ ഇൻ അല്ലെങ്കിൽ ഒരു ഗ്ലാൻഡ് ഇൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതായത് പുരുഷന്മാരുടെ പ്രത്യുൽപാദന അവയവങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. ഓക്കെ, അവിടെ ക്യാൻസർ വരാൻ സാധ്യത. അപ്പൊ ഈ ക്യാൻസർ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ മെയിൽ റീപ്രൊഡക്ഷന് ചിലപ്പോൾ അത് ബാധിച്ചേക്കാം.
അതായത് കുട്ടികൾ ഉണ്ടാകുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനകത്ത് ക്യാൻസർ വന്നതുകൊണ്ട് ഉണ്ടാകാം. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് വേണം പിന്നീട് ആ ഒരു സ്റ്റേജിലേക്ക് ആളെ കൊണ്ടുവരാനായിട്ട്. അപ്പൊ ക്യാൻസർ ആണ് പാർട്ട് ഓഫ് ദിസ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, അതിനെയാണ് നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് വിളിക്കുക. അത് അതിന് വേണ്ടിയിട്ടുള്ള സർജറീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കിഡ്നി സ്റ്റോൺസ് വേണ്ടിയിട്ടുള്ള സർജറീസ്, പിന്നെ കോൺജനിറ്റൽ അബ്നോർമാലിറ്റീസ്, ജന്മനാ തന്നെ ചില ആളുകളിൽ ഇത്തരം പ്രശ്നങ്ങൾ ജനിച്ചപ്പോഴേ തന്നെ ഉണ്ടായിട്ടുണ്ടാകും. അതെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സർജറീസിലൂടെ മാറ്റി അവരെ കൂടുതൽ എന്താ പറയാ റിപ്രൊഡക്ഷന് പാകമാക്കാൻ പറ്റും. പിന്നെന്താ ട്രോമാറ്റിക് ഇഞ്ചുറീസ്, എന്താ ട്രോമാറ്റിക് ഒരു എന്താ പറയാ വലിയൊരു ആക്സിഡന്റോ അല്ലെങ്കിൽ വലിയൊരു വയലൻസ്, വലിയ അക്രമോ അല്ലെങ്കിൽ വലിയ ഇടിയോ തൊഴിയോ ഒക്കെ കിട്ടുന്നതിന്റെ ഫലമായിട്ട് ചില ഇഞ്ചുറീസ് അവിടെ അങ്ങനെ ഉണ്ട്. ചിലപ്പോ ഈ പുറമേ ഫിസിക്കലി നമുക്ക് നോക്കുമ്പോൾ ഒന്നും തോന്നില്ല, പക്ഷെ ആ ഇന്റർണൽ ഇഞ്ചുറി അവിടെ നേരത്തെ കിടക്കുന്നുണ്ട്. അത്തരം വയലൻസിൽ നിന്നിട്ട് ആ ഒരു വലിയൊരു ആഘാതത്തിന്റെ ഒരു സംഭവം അവിടെ കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കാം, എവിടെയെങ്കിലും ഈ പറയുന്ന ഓർഗൻസിൽ എങ്ങനെയെങ്കിലും കിട്ടിയിട്ട്. അപ്പൊ അതൊക്കെ പിന്നീടായിരിക്കും നമ്മുടെ റീപ്രൊഡക്ഷൻ ഒക്കെ നടക്കാതെ ആകുമ്പോഴായിരിക്കും ചിലപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തുക. അപ്പൊ അത്തരം ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സർജറീസിലൂടെ ട്രീറ്റ് ചെയ്യുന്നത് യൂറോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. ഓക്കെ, അപ്പൊ കുറെ ഉണ്ട്. ഏതൊക്കെയാണ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ യൂറോളജിയിൽ ഡൊമൈൻ ചെയ്തിരിക്കുന്ന ഓർഗൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കിഡ്നി, അഡ്രിനൽ ഗ്ലാൻഡ്, യുറേറ്റേഴ്സ്, യൂറിനറി ബ്ലാഡർ, യുറേത്ര ആൻഡ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എല്ലാത്തിടും. പിന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, സർജിക്കൽ കണ്ടീഷൻസ് ഓഫ് ബ്ലാഡർ, prostate cancer, kidney stones, congenital abnormalities and traumatic injuries, ഇതൊക്കെ നമ്മുടെ യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ക്യൂർ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ക്ലിയർ ആയോ യൂറോളജി? ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളുടെ നമ്മൾ പഠിച്ച മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ OP ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റുകൾ, കുറച്ചധികം ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നമ്മൾ പറഞ്ഞു ഇന്ന്. അപ്പൊ ഒഫ്താൽമോളജി തുടങ്ങിയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. നമുക്ക് ഇവിടെ ഒരു കാര്യം എഴുതാനുണ്ടായിരുന്നു, ലിംഫോമാസ്. ഒന്ന് വേഗം എഴുതാമോ? ലിംഫോമാസ് ഇൻ ന്യൂക്ലിയർ മെഡിസിൻ ഹെഡിങ് എഴുതാട്ടാ, പെട്ടെന്ന് എഴുതണേ. ന്യൂക്ലിയർ മെഡിസിൻ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞു. അടുത്ത ദിവസം നമുക്ക് ഇനി എടുക്കാനുള്ളത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളാണ്. ന്യൂക്ലിയർ മെഡിസിൻ എന്ന് എഴുതിയിട്ട് അതിന്റെ താഴെ ലിംഫോമാസ് എന്ന് എഴുതാം. LYMPHOMAS, ലിംഫോമാസ്. ലിംഫോമാസ് ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. A type of blood cancer, a type of blood cancer, type of blood cancer that affects white blood cells, that affect white blood cells. Lymphomas, a type of blood cancer that affect white blood cells. അതിന്റെ താഴെ അടുത്ത ഞാൻ പറഞ്ഞത് നിങ്ങൾ സ്പെക്ട് പെക്ട് അതിന്റെ ഫുൾ ഫോംസ് എഴുതി വെച്ചായിരുന്നോ? സ്പെക്റ്റിന്റെയും പെറ്റിന്റെയും എഴുതി വെച്ചോ? അത് എഴുതി വെച്ചെങ്കിൽ കുഴപ്പമില്ല, വെച്ചില്ലെങ്കിൽ ഒന്ന് എഴുതി വെക്കണം. അവിടെ ഒന്ന് എഴുതി പഠിക്കുക. നിങ്ങൾ ഒരു വാക്കോ ഒരു 2 അക്ഷരങ്ങളൊക്കെ മാറി നിങ്ങൾക്കത് എന്താ പറയാ എക്സ്പാൻഡഡ് ഫോം തരാറുണ്ട് കേട്ടോ. ഇതിലേതാണ് സ്പെക്റ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള എന്താ പറയാ എക്സ്പാൻഡഡ് ഫോം ഏതാണെന്നും പറഞ്ഞിട്ടൊക്കെ ചോദ്യം തരാറുണ്ട്. അപ്പൊ സ്പെക്ട് ഒന്ന് എഴുതി വെക്കുക, അതുപോലെ തന്നെ പെറ്റും എഴുതി വെക്കുക കേട്ടോ. സ്പെക്ട് എന്താണ്? സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി. പെറ്റ് പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫി, രണ്ടും എഴുതി വെക്കാം. സ്പെക്ട് പെറ്റ്. എഴുതിയോ? ഓക്കെ, ഓങ്കോളജിയിൽ നമുക്ക് ഒന്നുമില്ല എഴുതാൻ. ഒഫ്താൽമോളജിയിൽ ബൈനോക്കുലർ വിഷൻ ഒന്ന് എഴുതി വെച്ചേക്കാം കേട്ടാ. ഒഫ്താൽമോളജി എന്ന് എഴുതിയിട്ട് അതിന്റെ താഴെ ബൈനോക്കുലർ വിഷൻ എന്ന് എഴുതാം. ഒഫ്താൽമോളജി, ബൈനോക്കുലർ വിഷൻ. ഒപ്റ്റോമെട്രിയും എഴുതി തരാം. ഓക്കെ, ബൈനോക്കുലർ വിഷൻ ആദ്യം എഴുതാം കേട്ടാ. Ability to maintain
ability to maintain visual focus, visual, V-I-S-U-A-L, visual focus on an object, on an object with both eyes, creating a single visual image, creating a single visual image, creating a single visual image. Idio, ability to maintain visual focus on an object with both eyes, creating a single visual image. Idio. Next one, optometry. Optometry, O-P-T-O-M-E-T-R-Y, optometry. Hyphenated data. Profession that involves examining the eyes, comma, its structures, comma, abnormalities, comma, defects, etc. കണ്ണിന്റെ എല്ലാ തരത്തിലുള്ള ഡിഫക്റ്റുകൾ, അബ്നോർമാലിറ്റീസ്, സ്ട്രക്ചർ, ഇതിനെയൊക്കെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പരിശോധിച്ച് പഠിക്കുന്ന പ്രൊഫഷൻസ്, അതാണ് നമ്മുടെ ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എഴുതാനുള്ളത് അടുത്ത ദിവസം എഴുതാം കേട്ടാ. ബാക്കിയുള്ളത് ഇതൊന്നും ഇല്ല എഴുതാൻ. ഗ്രോത്ത് റിട്ടാർഡേഷനും മാത്രമേ ഉള്ളൂ. പിന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അത് രണ്ടും മാത്രമേ ഉള്ളൂ എഴുതാൻ. അതെന്താന്ന് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ? അടുത്ത ദിവസം നമുക്ക് എഴുതാം. ഓക്കെ, സീ യു, ബൈ. Thank you.